പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഇതിനു മുമ്പില് കഴിഞ്ഞ അധ്യായം ധ്യാനയോഗാണ്. അപ്പൊ ഭഗവാൻ ഒരു ടെസ്റ്റ് നടത്തിയതാണ്. നമുക്ക് ചുമ്മാ ഇരിക്കാൻ അറിയോ എന്ന് നോക്കിയതാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കലാണ്. കോൺസെൻട്രേഷൻ ധ്യാനമല്ല. കോൺസെൻട്രേഷൻ ധ്യാനത്തിന് അനുകൂലമാണ്. എങ്കിലും അത് കടന്നിട്ട് ഉള്ള നിശ്ചലത, ഇരുപ്പ്, മിയർ എക്സിസ്റ്റൻസ്, അതാണ് ധ്യാനം. മഴ പെയ്യുന്ന ശബ്ദം അങ്ങനെ കേട്ടിരുന്നാൽ മനുഷ്യന് ഏറ്റവും വിഷമം പിടിച്ച ഒരു ഇന്ദ്രിയ വ്യാപാരമാണ് കേൾക്കുക എന്ന് പറയുന്നത്. കാണുക വിഷമല്ല, നമ്മളുടെ മുമ്പിൽ വന്നാൽ കാണും. കേൾക്കുക എന്ന് വെച്ചാൽ ചെവിയിലൂടെ ശബ്ദം കടന്നുപോകും, പക്ഷേ വിട്ടുപോവാതെ കേൾക്കാം. ശ്രവണം, ലിസണിങ്, ഹിയറിങ് അല്ല ലിസണിങ്. ആ വൃഷ്ടിയുടെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം, നിശ്ചലതയ്ക്ക് പോലും ഒരു ശബ്ദമുണ്ട്. നിശ്ചലതയെ പോലും കേൾക്കാൻ പറ്റും. ആദ്യം ഈ മഴ വീണതെങ്കിലും കേൾക്കണം. നമ്മൾ കേൾക്കില്ല. നമ്മൾ എന്തു പറയും? മഴ പെയ്യണു, എത്ര നേരമായി മഴ. മഴ പെയ്തിട്ടില്ലെങ്കിലോ മഴ പെയ്തില്ല എന്ന് പറയും. മഴ പെയ്താലോ ആ മഴയെ ശ്രദ്ധിക്കാൻ നമുക്കില്ല. നമ്മൾ ടി വിയുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ വർത്തമാനമാണ്, അല്ലെങ്കിൽ മഴയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ റിമാർക്ക് ആണ്. ഇതില്ലാതെ കേൾക്കുക. പറ്റുമെങ്കിൽ ഇത്തിരി നനയുക. മദ്രാസിലിപ്പോ പ്രഭാഷണം നടക്കുമ്പോൾ താമസിക്കുന്ന വീട്ടിൽ മുകളിൽ നിന്ന് ചുവട്ടിൽ നോക്കാം, ജനലിൽ കൂടെ. അവിടെ ചെറിയ മരങ്ങളുണ്ട്, ആടിക്കൊണ്ടേയിരിക്കും മരം. അതിന്റെ മേലെ കുറേ പക്ഷികൾ കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് നിലത്തിൽ വീട് കെട്ടി താമസിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ ഫ്ലാറ്റിലുള്ളവർക്ക് ഒരു ആകപ്പാടൊരു ആനുകൂല്യം കണ്ടത് അതാണ്. മരത്തിന്റെ മുകളിലുള്ള കിളികളെ കാണാം. മഴ പെയ്യുമ്പോ ശരീരം മുഴുവൻ നനയാണ്, കൂടൊക്കെ നനയാണ്. കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾ നനയാതിരിക്കാൻ അതിന്റെ മേലെ ഇരിക്കുകയാണ്. ആ വൃക്ഷം മുഴുവൻ ആടുകയാണ്, അതിനകത്താണ് അതിന് വീട്. അബ്സല്യൂട്ട്ലി ഇൻസെക്യൂർ നമ്മളെ സംബന്ധിച്ചിടത്തോളം. വേദ
ആ കിളികള് താമസിക്കുന്ന മഴ പെയ്തുകൊണ്ട് മഴ കൊണ്ടുകൊണ്ട്. അപ്പോ ഇത്രയും കാലത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കാനൊരു സന്ദർഭമാണത്. മഴ പെയ്യണു എത്രയോ കാലമായിട്ട്, 50 വർഷം 60 വർഷമായിട്ട് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. സൂര്യൻ ഉദിക്കണു ദിവസം. സൂര്യോദയത്തിനെ കുറിച്ച് കവികൾ പാടിയതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ സൂര്യോദയം കണ്ടിട്ടുണ്ടാവില്ല. പൂർണ്ണചന്ദ്രനെ കുറിച്ച് കാളിദാസൻ എന്താ പറഞ്ഞിരിക്കണ, ഷേക്സ്പിയർ എന്താ പറഞ്ഞിരിക്കണ, ആശാൻ എന്താ പറഞ്ഞിരിക്കണ ഒക്കെ ഒരുപക്ഷെ അറിയുമായിരിക്കാം, പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുണ്ടാവില്ല. இன்னைக்கு பௌர்ணமி அப்படின்னு கலண்டர்ல பார்த்து ஏதாவது பண்ணியிருப்போம் இல்லையா? ஆனா பூர்ணச்சந்திரன் பார்த்துக்க மாட்டோம். രാഖാചന്ദ്ര സമാന കാന്തി വദന. ദേവിയെ സ്തുതിക്കുമ്പോ രാഖാചന്ദ്ര സമാന കാന്തി വദന എന്ന് സ്തുതിച്ചു. പൂർണ്ണചന്ദ്രനെ പോലെ വദനം. ഇനി പൂർണ്ണചന്ദ്രനെ കണ്ടിട്ട് വേണ്ടേ? പൂർണ്ണചന്ദ്രന്റെ കുളിർമ, ശീതളത, രജത ധവള പ്രകാശം, അതെപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം. സൂര്യൻ ഉദിക്കണത് കഴിഞ്ഞ വർഷം കണ്ടാ പോരാ, നാളെ രാവിലെ, ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നാളെ രാവിലെ കാണാം. സൂര്യോദയം, ചന്ദ്രന്റെ സൗന്ദര്യം, കാറ്റിന്റെ ശബ്ദം, ആകാശത്തിന്റെ അനന്തത, ഭൂമിയുടെ മണം. മഴ പെയ്തിട്ട് ഇറങ്ങി നിന്ന് നോക്കണം. നാട് മുഴുവൻ ടാറ് വിരിച്ചതുകൊണ്ട് ആ പൃഥ്വി ഗന്ധവതി എന്ന ഋഷി പറഞ്ഞത് അറിയില്ല നമുക്ക്. സർവത്ര ടാറും സിമന്റ് ആയതുകൊണ്ട് മണ്ണിന്റെ മണം പോലും കിട്ടുന്നില്ല. മണ്ണിന്റെ മണം, ശുദ്ധമായ ഗന്ധം, ദിവ്യോ ഗന്ധ പൃഥിവ്യാം ച എന്ന് ഭഗവാനോട് പറയാൻ പോവാണ്. ആ പൃഥ്വിയിൽ നിന്നും വരുന്ന ദിവ്യഗന്ധം എന്നാണ് ഗന്ധവതി പൃഥ്വി. ജലത്തിന്റെ രസം, കാപ്പിയും ചായയും ജ്യൂസും മാത്രം കുടിച്ചാൽ അതറിയില്ല. നല്ല ദാഹത്തോടെ പച്ചവെള്ളം കുടിക്കുമ്പോ എന്ത് ടേസ്റ്റ് ഉണ്ടാവോ അതിനാണ് മാധുര്യം. പ്രകൃതി മുഴുവൻ നോക്കുമ്പോൾ വളരെ അലേർട്ടായിട്ട്, ജാഗ്രതയായിട്ട് പ്രകൃതിയെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഘട്ടത്തില് ശ്രദ്ധിക്കുന്നവൻ പ്രകൃതി തന്നെയായിട്ട് തീരും. ഈശ്വരനെ നമ്മൾ പുറത്ത് എവിടെ അന്വേഷിക്കേണ്ട, ഭഗവാൻ എവിടെയെന്ന് ചോദിക്കേണ്ട. ഭഗവാനാണോ ഉള്ളത്? ഈശ്വരനാണോ ഉള്ളത്? ഈശാവാസ്യമിതം സർവം. ഒരു വൃക്ഷം കാണുന്നു, കാട് കാണുന്നു. ഋഗ്വേദത്തിലുള്ള മന്ത്രാണ്. മന്ത്രദ്രഷ്ടാവായ ഋഷിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അന്തേവാസിയോ പത്നിയോ ആരോ. കിം തദ്വനം കഗുംസ്വിത് വൃക്ഷ. ഈ വൃക്ഷം എന്താണ്? ഈ വനം എന്താണ്? ഇത് മരമാണ്, ഇത് കാടാണെന്ന് പറയാൻ ഋഷി വേണ്ട. ബ്രഹ്മതദ് വൃക്ഷം ബ്രഹ്മതദ് വനം. ആ വൃക്ഷം ബ്രഹ്മമാണ്, ആ വനം ബ്രഹ്മമാണ്. അത് ഭഗവത് സ്വരൂപമാണ്, പരമേശ്വര സ്വരൂപമാണ്. മഴ പെയ്യണു. ഇത് മഴയെക്കുറിച്ച് യാതൊരു അഭിപ്രായവുമില്ലാതെ അതിനെ ആനന്ദസ്വരൂപമായിട്ട് കണ്ടാൽ ആ വൃഷ്ടി ഭഗവത് സ്വരൂപമാണ്. എന്നുവെച്ചാൽ വൃഷ്ടിയിൽ കിരീടം വെച്ച് ശംഖചക്ര ഗദാപാണിയായിട്ടൊരു ഭഗവാൻ വരേണ്ട ആവശ്യമില്ല.
വൃഷ്ടി ആസ് സച്ച് എങ്ങനെ ഇരിക്കണോ അത് ഭഗവാന്റെ സ്വരൂപമാണ്. ആകാശം എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഭഗവാന്റെ സ്വരൂപമാണ്. പൃഥ്വി എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഭഗവാന്റെ സ്വരൂപമാണ്. ജലം എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഭഗവാന്റെ സ്വരൂപമാണ്. സച്ചിദാനന്ദമാണ്. ഞങ്ങൾക്കങ്ങനെ അറിയണില്ലല്ലോ. അറിയണില്ല എന്നുള്ളൊരു ദൂഷ്യമേ ഉള്ളൂ. ആ ദൂഷ്യം മാറ്റിക്കൊള്ളണം. അറിയുന്നില്ല എന്നുള്ള അജ്ഞാനമേ ഉള്ളൂ. ആ അജ്ഞാനം മാറ്റിക്കൊള്ളാം. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് മാത്രം ഒരു മിസ്റ്ററി. എന്താന്ന് വെച്ചാൽ അത് അറിയണവരെ എവിടെയും കാണില്ല. അറിഞ്ഞ ശേഷം അതല്ലാതെ ഒന്നും കാണില്ല. ഈശ്വരൻ പ്രകൃതിയിൽ നിന്നും നമ്മളിൽ നിന്നും പിരിഞ്ഞിട്ട് എവിടെയോ ഇരിക്കണ ഒരു ഭഗവാനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവത്ഗീതയൊന്നും വേണ്ട. വി ഓൾറെഡി ഹാവ് ഇറ്റ്. എവിടെയോ ഉള്ള ഭഗവാൻ. ആ ഭഗവാൻ എപ്പോഴും നമുക്കൊരു ടെററൈസിങ് ഫിഗറാണ്. പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ. താവതീശ്വരത്തോ ഭയം. ഭാഗവതം പറയണ അത്രയും കാലം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും ഈശ്വരനെ എന്നാണ്. എന്നുവെച്ചാൽ ഈശ്വരൻ എവിടെയോ ഇരിക്കണു. നമ്മളെ ഒളിഞ്ഞൊളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ ചെയ്യണ തെറ്റും ശരിയൊക്കെ നോക്കണു. എപ്പോഴാ ശിക്ഷിക്കുക എന്നറിയില്ല. അതുകൊണ്ടൊരു ഭയം. ഗോഡ് ഫിയറിങ് അല്ലെ, ഇംഗ്ലീഷിലുള്ളൊരു ചൊല്ലാണ് ഗോഡ് ഫിയറിങ്. കുട്ടിക്കാലം മുതൽക്ക് ഗോഡ് ഫിയറിങ്. கல்யாணத்துக்கெல்லாம் கூட வருது. ஸ்ருதி வாணியில எல்லாம் போடுற காட் ஃபியரிங். The girl should be God fearing. ഈശ്വരനെ ഭയപ്പെടാ. ഭയത്തിന് കാരണം എന്താ? അന്യം, അറിയപ്പെടാത്ത വസ്തു ഒക്കെ ഭയങ്കരമാണ്. ഭൂതം പ്രേതം ഒക്കെ പേടിക്കില്ലേ നമ്മളെ അല്ലേ? കാണപ്പെടാത്ത വസ്തു, അറിയപ്പെടാത്ത വസ്തു ഭയഹേതുവാണ്. മൃത്യു ഭയഹേതുവാണ്. വളരെ വിചിത്രം, മിസ്റ്ററിയാണ്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. മരണം എല്ലാവരും ഭയപ്പെടുന്ന കാര്യമാണ് അല്ലേ? മരണത്തിന് പക്ഷെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? വലിയൊരു ചോദ്യമാണ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ അർത്ഥമുണ്ട്. നായ കടിക്കുക, അത് കടിക്കും. തീ തൊട്ടാ ചുടും, അതുകൊണ്ട് തൊടാൻ പാടില്ല. ഭയപ്പെട്ടു, അർത്ഥമുണ്ട്. മരണം നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ അനുഭവിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ എങ്ങനെ ഭയപ്പെടണം? സ്മൃതിയല്ല ഭയം. ശരി, മറ്റുള്ളവരുടെ മരണം കണ്ടിട്ടാണ് ഭയമെങ്കിൽ മറ്റുള്ളവരുടെ മരണവും നമ്മൾ കാണുന്നില്ലല്ലോ. ശരീരം അവിടെ തന്നെ കിടക്കണ്ട്. പിന്നെ ഉള്ളിലുള്ള ആത്മാവാണെങ്കിൽ ഇപ്പൊ നമ്മൾ വിശ്വസിക്കണമില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുമില്ല. പിന്നെ എന്തിന്റെ ഭയം? മരണഭയം എവിടെയാ? നോക്കുമ്പോ അതൊരു അജ്ഞാനം മാത്രമാണ്, ഒരു ഇഗ്നറൻസ്. ഇറ്റ്സ് ഓൺലി മിയർ ഇഗ്നറൻസ്. ഭൂതവും പ്രേതവും ഒക്കെ കാണപ്പെടാത്തതിനെ ഭയപ്പെടുന്ന പോലെ മരണത്തിനെ ഭയപ്പെടുന്നു, ഈശ്വരനെ ഭയപ്പെടുന്നു, പ്രപഞ്ചത്തിൽ പല ശക്തികളെയും ഭയപ്പെടുന്നു. ഭയമാണ് നമ്മളുടെ ജീവിതത്തിന്റെ പുറകിലുള്ള ഒരു ഫ്യൂവൽ, ഒരു ഫോഴ്സ്. ഭയം നീങ്ങാനാണ് വേദാന്തം, വേദാന്ത ശ്രവണം, ഭഗവത്ഗീതാ ശ്രവണം. ഭയം എന്ന് വെച്ചാൽ ഫിയർ എന്നുള്ള ഒരു ഇമോഷൻ മാത്രമല്ല, എനിത്തിങ് അതർ ദാൻ യു ക്രിയേറ്റ്സ് പ്രോബ്ലം ടു യു. രണ്ടാമതൊരു വസ്തു എപ്പോഴും ഭയഹേതുവാണ്. ഭയം എന്ന് വെച്ചാൽ കാമം, ക്രോധം, ലോഭം, മോഹം ഒക്കെ ഭയമാണ്. ഇഷ്ടപ്പെട്ടവര് നമുക്ക് വലിയ ഭയക്കാരനാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്താ ഭയം എന്ന് വെച്ചാൽ, അയ്യോ അദ്ദേഹം എന്നെ വിട്ടുപോകുമോ, ഭയാണ്. ഇഷ്ടപ്പെടാത്ത ആള് വരുമോ, ഭയാണ്. വന്നിരുന്നു കഴിഞ്ഞാൽ അയ്യോ പോകില്ലേ, ഭയാണ്. അത് ഏത് രൂപത്തിലാവട്ടെ, രോഗമാവട്ടെ, ദുഃഖമാവട്ടെ, ഒരു വ്യക്തിയുടെ രൂപത്തിലാവട്ടെ, കലാമിറ്റീസിന്റെ രൂപത്തിലാവട്ടെ, വരുമോ ഭയം. ഇഷ്ടമുള്ളവർ നോക്കുക, ഏറ്റവും പേടി എല്ലാവർക്കും മനുഷ്യരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭയം എന്താന്ന് വെച്ചാൽ
വളരെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കൂടെ ഉണ്ട്. എപ്പോഴാ പോവാന്ന് അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മൾ പിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയം എപ്പോഴും ഉള്ളിലുണ്ട്. ഈ ഭയത്തിനൊക്കെയാണ് മരുന്ന്, ഔഷധം, സിദ്ധ ഔഷധം, രാമബാണം, ഈ ജ്ഞാനവിചാരം എന്ന് പറയുന്നത്. ബാക്കിയുള്ള മരുന്നുകളൊക്കെ തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്ത് പക്വമാക്കി ഈ ശ്രവണത്തിന് തയ്യാറാക്കി തീർക്കും. എപ്പോഴോ ഒരു സന്ദർഭത്തില് നമ്മൾ ജ്ഞാനം എന്നുള്ള ഈ മരുന്ന് കഴിച്ചേ ഒക്കൂ. ബാക്കിയെല്ലാം നമ്മളിതിന് തയ്യാറാക്കി കൊണ്ടുവന്ന് ഇരുത്തും. ഈ ജ്ഞാനം എന്നുള്ള മരുന്ന്, വിചാരം എന്നുള്ള മരുന്ന് എപ്പോഴെങ്കിലുമൊക്കെ മനുഷ്യൻ ഉള്ളിലേക്ക് സേവിക്കണം. ഭയം നീക്കണം, അജ്ഞാനം നീക്കണം. ഒന്നും പുതിയതായിട്ട് നേടിയെടുക്കാൻ ഇവിടെയില്ല, പുതിയതായിട്ട് ഒന്നും പ്രാപിക്കാൻ ഇവിടെയില്ല. അജ്ഞാനം അങ്ങോട്ട് നീക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വയം പൂർണ്ണരാണ്. പൂർണ്ണത സ്വതസിദ്ധമാണ്. അത് ഈഗോവിന്റെ പൂർണ്ണതയല്ല, അഹങ്കാരത്തിന്റെ പൂർണ്ണതയല്ല, ശരീരത്തിന്റെ പൂർണ്ണതയല്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മള് ഒരു സൈഡിൽ നമ്മളുടെ കോമൺ സെൻസ് തന്നെ നമുക്ക് പറഞ്ഞു തരും, ശരീരം പൂർണ്ണമാവില്ല. കോമൺ സെൻസ് മതി, അതിന് വലിയ ഫിലോസഫി ഒന്നും ആവശ്യമില്ല. ദേഹം പൂർണ്ണമാവില്ല, ആരുടെയും ദേഹം പൂർണ്ണമാവില്ല. മഹാത്മാക്കളുടെയും ദേഹം, നമ്മളുടെയും ദേഹം ഒക്കെ കാണാം. അതൊക്കെ പഞ്ചഭൂതാത്മകമാണ്, പ്രകൃതിക്ക് വിധേയമാണ്, പൂർണ്ണമാവില്ല. അതിന് വ്യാധിയും വാർദ്ധക്യവും മൃത്യുവും ഒക്കെ ഉണ്ട്, വിഷമങ്ങളൊക്കെ ഉണ്ട്, പൂർണ്ണമാവില്ല. മനസ്സ്, അതും പൂർണ്ണമാവില്ല. പുറമേയുള്ള ഒന്നും തന്നെ പൂർണ്ണമാവില്ല. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ എനർജി മുഴുവൻ ബഹിരംഗത്തിൽ പോയി പോകും. അതുകൊണ്ടാണ് ശ്രവണത്തിന് നമ്മൾ മുമ്പിൽ വന്ന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുറമേക്ക് തീർന്നിട്ടുണ്ടാവണം എന്നാണ്. യു ഷുഡ് ബി ഫിനിഷ്ഡ് വിത്ത് ദ വേൾഡ്. ചെറിയൊരു ഇൻക്വിസിറ്റീവ്നെസ് പോലും അകത്തുണ്ടാവാൻ പാടില്ല. ജിജ്ഞാസ നിവൃത്തി, ജിഹാസ നിവൃത്തി, പ്രേപ്സ നിവൃത്തി, ചികിത്സ നിവൃത്തി. എന്തെങ്കിലും അറിയണം എന്നുള്ള ഒരു മൂവ്മെന്റ് ഉള്ളിലില്ല, എന്തെങ്കിലും പ്രാപിക്കണം എന്നുള്ള മൂവ്മെന്റ് ഉള്ളിലില്ല, എന്തെങ്കിലും എന്നിൽ നിന്ന് ഉപേക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു ഭ്രമം ഉള്ളിലില്ല, എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഒരു മൂവ്മെന്റ് ഉള്ളിലില്ല, ഒരു ചലനം ഉള്ളിലില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് പറയണത്. ഈ സ്ഥിതി ചിലർക്ക് സംജാതമായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംജാതാവും. ഒന്ന് ഓർത്തോള, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്റ്റേറ്റിലേക്ക് വരും, ഈ സ്ഥിതിയിലേക്ക് വരും. ലോകം മുഴുവൻ പരീക്ഷിച്ച് പരീക്ഷ്യ ലോകാന് നിർവേദമായാത്. നിങ്ങൾ സ്വതന്ത്രമായി ജീവിച്ചോളൂ, നിങ്ങളോടൊന്നും തടസ്സമേ പറയണില്ല, എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോളൂ. പക്ഷെ എവിടെയോ ചെറിയൊരു വിളക്ക് കൊളുത്തി വെക്കണം. എല്ലാത്തിനെയും സകലതും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക്, ഉദിക്കയും പിൻ പൊലികയുമില്ലിത് കണ്ടുപോയിടേണം. സകലതും ഉറ്റുപാർത്ത് നിൽക്കും വിളക്ക്, ആ വിവേകമെന്നുള്ള വിളക്ക്, ആ ദീപം എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എവിടെയോ അകമേ വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിലും ലോകജീവിതത്തിലും ഒക്കെ യാത്ര ചെയ്തോളാം. കുറെ കഴിയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ കണ്ടെത്തും, പൂർണ്ണത പുറം ലോകത്തിലില്ല, പൂർണ്ണത ശരീരത്തിലില്ല. പിന്നെ പൂർണ്ണത എവിടെയാ? എവിടെയാ ഞാൻ? വേർ ക്യാൻ ഐ ബിക്കം ഹോൾ? ഇംഗ്ലീഷില് ആരോഗ്യമായിട്ടുള്ള ഒരു സ്ഥിതിയെ ഹോൾസം എന്ന് പറയും. ചരകസംഹിതയോ മറ്റോ ആയുർവേദ ഗ്രന്ഥം, അതില് ചരകൻ പറയണത് ഏറ്റവും ആരോഗ്യമായ ഒരാള് എന്ന് പറയണത് എവിടെയാ എന്ന് വെച്ചാൽ,
എപ്പോഴാണോ ഒരാൾക്ക് തനിക്ക് ശരീരമേ ഇല്ല എന്ന് തോന്നണത് ഈസ് പെർഫെക്റ്റ്ലി ഹെൽത്തി എന്നാണ്. എന്നുവെച്ചാൽ ഇനി ഒരു രോഗം വരാൻ പറ്റില്ല. നേരെ മറിച്ച് എന്ത് ചികിത്സിച്ച് എന്ത് രോഗം മാറ്റിയാലും ഒരു രോഗം മാറി എന്നല്ലാതെ ഗ്യാരണ്ടി ഒന്നുമില്ല. വാങ്ങിക്കണ പാത്രത്തിനും മിക്സിക്കും ഗ്രൈൻഡറും ഒക്കെ പോലും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ ഈ ശരീരത്തിന് ഒരു ഡോക്ടർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പറ്റുമോ ഡോക്ടർ മുമ്പിലുണ്ട്. ഒരു ഡോക്ടർക്കോ മെഡിക്കൽ സയൻസിനോ ഒരു സയൻസിനും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഇൻഫാക്ട് നീലകണ്ഠ ദീക്ഷിതർ ചില ശ്ലോകം പറയുന്നുണ്ട്, എങ്ങനെയാ ചികിത്സിച്ച് രോഗം മാറണമെന്നുള്ളതിന് വൈദ്യന് വലിയ നിശ്ചയമൊന്നുമില്ല എന്നാണ്. ഒരു വൈദ്യന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് എളുപ്പത്തിൽ വൈദ്യം പഠിക്കണം, പഠിപ്പിച്ചു തരുമെന്ന്. എങ്ങനെയാ? ഒരു ശ്ലോകം ചൊല്ലിത്തരാം, അത് അർത്ഥം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. വൈദ്യമായി. എന്താ ശ്ലോകം എന്ന് വെച്ചാൽ, യസ്യ കസ്യ തരോർമൂലം ഏനകേന പ്രപേശയേത് യസ്മൈ കസ്മൈ ച ദാതവ്യം യദ്വാ തദ്വാ ഭവിഷ്യതി. വൈദ്യശാസ്ത്രത്തിന്റെ കംപ്ലീഷനാണത്രയത്. നീലകണ്ഠ ദീക്ഷിതർ ഇത്തിരി കളിയാക്കി എഴുതിയ ശ്ലോകമാണത്. എങ്ങനെയാ മരുന്ന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഏതെങ്കിലും മരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വേര് പറിച്ചെടുക്കാന്ന്, എന്നിട്ട് എങ്ങനെങ്കിലുമൊക്കെ അത് പിഴിഞ്ഞെടുക്കാം. ഏനക്കേണ പ്രവേശയത്. എന്നിട്ടോ ആർക്കെങ്കിലും കൊടുക്കുക എന്നാണ്. എന്നുവെച്ചാൽ ഏത് രോഗത്തിന് ഇന്ന വേരൊന്നും നിശ്ചയില്ല അത്രേ. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. എന്നിട്ട് രോഗം മാറുമോ? മാറിയാ മാറാം. യദ്വാ തദ്വാ ഭവിഷ്യത്. ചിലപ്പോ മാറും, ചിലപ്പോ മാറില്ല. ഈ ശ്ലോകം പഠിച്ചോളൂ എന്നാണ്, കാണാതെ പഠിച്ചോളൂ. ഫിസിക്കലി നമുക്ക് കാണാം, അത് ശരീരമണ്ഡലത്തിൽ മനോമണ്ഡലത്തിൽ വളരെ വിചിത്രമാണ്. അത് മായ എന്ന് പറയാൻ കാരണം, മായ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൻസർ തരാത്ത ഒരു ശക്തി എന്നാണ് അർത്ഥം. മായയ്ക്ക് ഡെഫിനിഷൻ ഒരു ലോജിക്കിനും വഴങ്ങാത്തത്, നയേന വിരുദ്ധ്യത്തെ. അതുകൊണ്ടാണ് ലോകം എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, എന്തുകൊണ്ട് ശരീരത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്തുകൊണ്ട് നല്ല ആളുകൾ വിഷമിക്കുന്നു. ആളുകൾക്ക് പല സംശയങ്ങളാണ്. എന്തുകൊണ്ട് മഹാത്മാക്കളുടെ ശരീരത്തിൽ രോഗം വരണു, ഇങ്ങനെ പല സംശയങ്ങളാണ്. ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ആൻസർ തരാൻ ആർക്കും സാധ്യമല്ല. രാമൻ എന്തിന് വാലിയെ ഒളിഞ്ഞു നിന്ന് കൊന്നു, ഇനിയും തീരാത്ത സംശയമാണ്. ഇനിയിപ്പോ അതോട്ട് തീരാനും പോണില്ല. ഇനിയിപ്പോ വാൽമീകിയോടോ രാമനോടോ വേണം ചോദിക്കാൻ, അതൊന്നും സാധിക്കില്ല. ഇതാണ് മായ. ഷി വിൽ നെവർ ഗിവ് യു എ പെർഫെക്റ്റ് ആൻസർ. നമ്മള് എന്തോ കണ്ടുപിടിച്ചു വിചാരിക്കും. നോക്കൂ, ഈ സയൻസിന്റെ മുഴുവൻ ഫീൽഡിൽ അതാണ് ഒരു രസം. കണ്ടുപിടിച്ചു, പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കും. ഒരു കാലഘട്ടം, ഒരു ജനറേഷനെ ആ വിശ്വാസത്തിൽ ഇരുത്തും ആ ശക്തി. ഒരു ജനറേഷൻ മുഴുവൻ വിചാരിക്കും ഈ ശാസ്ത്രജ്ഞനാണ് ദൈവം, അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു പെർഫെക്റ്റ് സയൻസ് ആണ്. ഒരു ജനറേഷൻ, ഒരു 50 വർഷം കഴിയുമ്പോഴേക്കും വേറെ ഒരാൾ വന്നിട്ട് ഈ പറഞ്ഞത് മുഴുവൻ വിഡിത്താണെന്ന് പ്രൂവ് ചെയ്തിട്ട് ആ തിയറി മുഴുവൻ എടുത്ത് ഡസ്റ്റ്ബിനിലിടും. എന്നിട്ട് അയാള് പറയണത് പിന്നൊരു 60 വർഷത്തേക്ക് പെർഫെക്റ്റ് സത്യമാണെന്ന് തോന്നും. ഇതിനാണ് മായാന്ന് പേര്. എന്ത് കാണിച്ചു തരുന്നു അത് നമ്മൾ കാണും എന്നാണ്. അല്ലാതെ സ്വാതന്ത്ര്യമില്ല അല്ലേ? ഇപ്പൊ സ്വപ്നത്തില് ടി വി, ഇപ്പോ വീഡിയോ ആണെങ്കിൽ നമ്മൾക്ക് വീഡിയോ കാസറ്റ് ഇട്ടാൽ അത് കാണാം. ടി വിയിൽ അവർ കാണിക്കുന്ന സീരിയലല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? അതും ഇപ്പൊ എന്തൊക്കെയോ ചാനലൊക്കെ ഉണ്ട്. പക്ഷെ ഈ സ്വപ്നത്തില് സീരിയൽ കാണുന്നുണ്ടല്ലോ, അവിടെ വല്ല സ്വാതന്ത്ര്യമുണ്ടോ? എന്തു കാണിക്കണോ അത് കാണും. കാണുക മാത്രമല്ല, അപ്പോ വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക്. ഉണ്ടോ? സ്വപ്നത്തില് വിശ്വസിക്കുക അല്ലാതെ വല്ല വഴിയുണ്ടോ? ആ സമയത്ത് എന്ത് ഇല്ലോജിക്കൽ, ആ യുക്തിക്ക് നിരക്കാത്തത് എന്ത് കാണിച്ചാലും ഇൻസൈഡ് ദ ഡ്രീം യു വിൽ നെവർ ക്വസ്റ്റ്യൻ. അഥവാ ഒരു യുക്തിചിന്ത നമ്മളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ പകുതി ഉണർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതേപോലെ ഈ പ്രകൃതി, ഈ ക്ഷേത്രം, ഈ ഫീൽഡ്, ഇതിനകത്ത്
നമ്മളൊരു സ്വപ്നത്തിലാണ്, ഉണർന്നിട്ടില്ല. അനാദിമായയാ സുപ്തഃ യഥാ ജീവഃ പ്രബുദ്ധ്യതേ അജമനിദ്രമസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ തഥാ. ഇറ്റേണൽ, ടൈം ഇമ്മെമ്മോറിയൽ, യു ആർ സ്ലീപ്പിംഗ്. എപ്പോഴാ തുടങ്ങിയതെന്നറിയില്ല, ഉറങ്ങാൻ തുടങ്ങിയിരിക്കണമെന്നാണ്. എന്തൊക്കെയോ കാണിച്ചു തരുന്നതൊക്കെ കാണുന്നു, അതൊക്കെ വിശ്വസിക്കണു. ഇതിനകത്ത് എന്തൊക്കെയോ കിടന്ന് കളിക്കണു. കുറെ അധികം ദുഃഖം ഉണ്ടാവുമ്പോ, സ്വപ്നത്തിൽ നമ്മൾ സാധാരണ എഴുന്നേക്കണത് സുഖമായ സ്വപ്നം കണ്ട എഴുന്നേക്കില്ല, എഴുന്നേറ്റ ഇഷ്ടപ്പെടില്ല. സുഖമായ സ്വപ്നം കാണുമ്പോ എഴുന്നേപ്പിച്ചു വിട്ടു ദേഷ്യം വരികയാണ്. അക്ബർ ചക്രവർത്തിയായിട്ട് സ്വപ്നം കാണുകയാണേ. എഴുന്നേറ്റ കഞ്ഞിക്ക് വകയില്ല, അഷ്ടിക്ക് മുട്ടിയിട്ടിരിക്കുമ്പോ സ്വപ്നത്തില് അക്ബർ ചക്രവർത്തിയാണെന്ന് കണ്ടു. എഴുന്നേപ്പിച്ച ഇഷ്ടാവില്ല. അല്ല, ദാരിദ്ര്യാണ്, ഉണ്ണാൻ വകയില്ല, ഒന്ന് എഴുന്നേപ്പിച്ചിട്ടാ നല്ല സന്തോഷമായി. അപ്പോ സ്വപ്നവും ദുഃഖം വരുമ്പോഴാണ് എഴുന്നേക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതേപോലെ ഈ ജാഗ്രതും വിഷാദം വരുമ്പോഴാണ് യു ആർ റെഡി ടു ഗിവ് ഇറ്റ് അപ്പ്. തമിഴില് പഴയ ഒരു സിനിമാ പാട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടില് എപ്പോഴും വൈകുന്നേരമായ അടുത്തൊരു സിനിമാ തിയേറ്ററിൽ ആദ്യം ആ പാട്ടോടെയാണ് തുടങ്ങാം. കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ളതാണ് കണ്ണദാസന്റെ പാട്ട്, ചട്ടി ചുട്ടുതടാ കൈ വിട്ടുതടാ എന്നാണ്. എപ്പോ ചുടുവോ അപ്പൊ ചട്ടി കൈ വിടുന്നാണ്. ചട്ടി ചുട്ടുകൊണ്ടിരിക്കുമ്പോ പിടിവിട്ടു അല്ലേ? അതേപോലെ ലോകത്തിൽ എപ്പോ ദുഃഖം വരണോ, ഈശ്വരന്റെ, ഭഗവാന്റെ ഏറ്റവും വലിയ കൃപയാണ് ദുഃഖം എന്ന് പറയുന്നത്. ഭഗവാന്റെ കൃപാശക്തിയാണ് ദുഃഖം, സർജറിയാണത്. ആ ദുഃഖം വരുമ്പോ, വിഷമം വരുമ്പോ എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, ഭഗവാൻ എന്തിനീ ദുഃഖം തരണം, ജീവിതത്തിൽ എന്തിനു വിഷമം തരണം? അത് വരുമ്പോഴേ നമ്മൾ എഴുന്നേക്കുള്ളൂ. ഫിസിക്കൽ സഫറിങ്, ശാരീരികമായ വേദനകളടക്കം ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ സർഫസിൽ നിന്നും പെരിഫറിയിൽ നിന്നും സെന്ററിലേക്ക്, സ്ഥൂല മണ്ഡലത്തിൽ നിന്നും സൂക്ഷ്മതമമായ മണ്ഡലത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധാശക്തിയെ ഇറക്കിക്കൊണ്ടുപോകാനുള്ള ഒരു വേല മാത്രമാണ്. പ്രകൃതി മുഴുവൻ കൃപയാണ്, കാരുണ്യമാണ്. ഭഗവാന്റെ സ്ഥൂല രൂപമാണ് പ്രകൃതി, ഭഗവാന്റെ ശരീരമാണ് പ്രകൃതി. ഇവിടെ കാരുണ്യമല്ലാതെ കൃപയല്ലാതെ ഒന്നുമില്ല. അമ്മ പായസം ഉണ്ടാക്കി തരുന്നത് ഒരു സ്നേഹമാണ്. അമ്മ ചിലപ്പോൾ 2 പെട തരുന്നതും സ്നേഹമാണ്. തമിഴില് ഒരു മഹാത്മാ പാടി, നടരാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പാടി, അടിത്തത് പോതും അണൈത്തിടൽ വേണ്ടും. അടിക്കുന്ന ആള് തന്നെയാണ് ആലിംഗനം ചെയ്യണത്. രണ്ടും ഒരേ ഭഗവാനാണ്. ആ ഭക്തൻ പറഞ്ഞു, അമ്മ അടിച്ചാൽ അച്ഛൻ ആലിംഗനം ചെയ്യും, അച്ഛൻ അടിച്ചാൽ അമ്മ ആലിംഗനം ചെയ്യും. എന്റെ കഷ്ടകാലം എനിക്ക് അച്ഛനും അമ്മയും ഒരേ ആളാണ്. ഞാനിപ്പോ ആരെടുത്ത് പോയി പറയുന്നു, തടിത്തവോർ മകനെ തந்தை ஈர்ந்தடித்தால் தாயுடன் அணைப்பள், தாய் அடித்தால் பிடித்தொரு தந்தை அணைப்பன், இங்கெனக்கு பேசிய தந்தையும் தாயும் பொடித்திருமேனி அம்பலத்தாடும் புனிதனி ஆதலால் என்னை அடித்தது போதும் அணைத்திடல் வேண்டும் அம்மையப்பா இனியாற்றேன். അടിത്തത് പോതും അണൈത്തിടൽ വേണ്ടും അമ്മയപ്പാ ഇനി ആற்றേൻ. തടിത്തവോർ മകനെ, തടിക്കുക എന്ന് വെച്ചാ ഗുണ്ടായിട്ട് ഇരിക്കുക എന്നർത്ഥമല്ല. തടിത്തത് എന്ന് വെച്ചാൽ തോന്നിയ വാസം കൊണ്ട് നിറഞ്ഞ ആളെന്നർത്ഥം. തന്തയീന്ത് അടിത്താൽ അച്ഛൻ അടിച്ചു, അപ്പൊ അമ്മ ആലിംഗനം ചെയ്തു. അമ്മ അടിച്ചാൽ അച്ഛൻ. ഇപ്പൊ എനിക്ക് ധാരാളം അടി കിട്ടിക്കഴിഞ്ഞു, വേദന കിട്ടിക്കഴിഞ്ഞു, ഇനി മതി, അണൈത്തിടൽ വേണ്ടും എന്ന് വെച്ചാൽ ആ ഭഗവത് അനുഭവം, ആത്മാനുഭവം ഹൃദയത്തില് ഉണ്ടാവണം എന്ന് പ്രാർത്ഥനയാണ്. അപ്പൊ വേദന, വിഷമം, ദുഃഖം പ്രകൃതിയുടെ ഒരു സൈഡ്, ഒരു ഡയമെൻഷനാണ്. ജീവിതത്തിനെ സമഗ്രമായിട്ട് അറിയണം. നമ്മള് കുട്ടിക്കാലം മുതൽ യുഗയുഗങ്ങളായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കാര്യം, സുഖം വേണം, ദുഃഖം വരാൻ പാടില്ല.
എന്നാ ജീവിതത്തിൽ അങ്ങനെ ഒരു നിയമമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. രാമകൃഷ്ണാദി അവതാരങ്ങൾക്ക് പോലും ഉണ്ടായിട്ടില്ല സുഖം മാത്രമായിട്ടുള്ളൊരു ജീവിതം. പക്ഷെ നമ്മളൊക്കെ ആശിക്കണത് സുഖം വേണം, ദുഃഖം വരരുത്. എന്തെങ്കിലും ദുഃഖം വരുമ്പോ പണിക്കര് മുതൽക്ക് പരമാചാര്യൻ വരെ എല്ലായിടത്തും പോവും. പോയിട്ട് ദുഃഖം വന്നു. രമണ ഭഗവാന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, കാലും കൈയൊക്കെ ഒരുപാട് വേദനിക്കണു, ഞാൻ എന്ത് ചെയ്യും? 80 വയസ്സായി കഴിഞ്ഞു. അപ്പൊ മഹർഷി പറഞ്ഞു, നിങ്ങള് എന്നെക്കാളും വയസ്സിന് മൂത്ത ആളാണ്, കാലും കൈയൊക്കെ വേദനിക്കണു, ഞാൻ എന്ത് ചെയ്യും? എന്റെ കാല് നടക്കാനേ വയ്യ, ഞാൻ ആരെടുത്ത് പോയി പറയും? നമ്മളുടെ പ്രശ്നത്തിന് പരിഹാരം തെരഞ്ഞുകൊണ്ട് നടക്കാണ്. ദുഃഖമില്ലാത്തൊരു ജീവിതം അന്വേഷിച്ച് നടക്കാണ്. പ്രകൃതിയിൽ അത് സാധ്യമേ അല്ല. അതേസമയം സുഖത്തിനുള്ള വാഞ്ച, നിർവൃത്തിക്കുള്ള വാഞ്ച, ദാഹം, ഒരു പൂർണ്ണതയ്ക്കുള്ള വാഞ്ച, ഫുൾഫിൽമെന്റ്, അതിനുവേണ്ടി ഒരു വാഞ്ച എവിടെയോ അകമയുണ്ട്. അന്വേഷിച്ചുകൊണ്ടേയിരിക്കണ്ട, എവിടെ കിട്ടും, എവിടെ കിട്ടും, എവിടെ കിട്ടും? എങ്ങനെ ഞാൻ പൂർണ്ണനാവും? എങ്ങനെ എനിക്ക് സുഖം കിട്ടും, ശാന്തി കിട്ടും, നിറവ് കിട്ടും? ഫിസിക്കലി സാധ്യമല്ല, മെന്റലി സാധ്യമല്ല, സൊസൈറ്റി ഓറിയന്റഡ് ആയിട്ട് സാധ്യമല്ല എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ, ഇതൊക്കെ അറിയാൻ തന്നെ ചിലപ്പോ കുറെ കാലം പിടിക്കും. കാരണം ഇതിന്റെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വന്ന് മയക്കി കൊണ്ടുപോകാനായിട്ട്. പ്രകൃതിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ശക്തികളുണ്ട്. അതൊക്കെ എന്തു പറയും? ഇതൊന്നും വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് ലോകത്തിൽ പെർഫെക്ഷൻ സാധ്യമാണ് എന്ന് കുറെ ആളുകൾ പറയും. ചിലർ വന്ന് പറയും അങ്ങനെയല്ല, മനസ്സിൽ പെർഫെക്ഷൻ സാധ്യമാണെന്ന് പറയും. പക്ഷെ ഇതൊക്കെ താണ്ടിപ്പോയി എപ്പോഴോ നമ്മൾ തീരുമാനിക്കും ഇതൊന്നും അല്ല, നേതി നേതി നേതി. നമ്മൾ ആ ടൈം ആവുമ്പോ യു വിൽ ലിസൺ ടു ദ ഹയസ്റ്റ് മെസ്സേജ്. എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കും. കാക്കതാളിയെ ന്യായേന കേൾക്കും എന്നാണെന്ന് വെച്ചാൽ, കാക്ക ഇരിക്കുമ്പോൾ പനമ്പഴം വീണു എന്ന് പറയണ പോലെ എവിടെന്നെങ്കിലുമൊക്കെ ചെവിയിൽ വന്ന് വീഴും. നമ്മൾ ഈ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, പക്ഷെ ഈ സ്റ്റേറ്റിൽ എത്തുന്നത് തന്നെ വളരെ വിരളാണ്. ആളുകള് എന്തോന്നുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ശരീരത്തിന് വെച്ചുകൊണ്ട് തന്നെ ശരീരത്തിലൊരു പെർഫെക്ഷൻ സാധ്യമാണ്. അവസാനം ഡിസിലൂഷൻമെന്റും, നമുക്ക് വ്യാമോഹം, ആ വ്യാമോഹം പോയി പോകും. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഭഗവത്പാദർ പറഞ്ഞു, ആരാ ഈ ഗുരു? ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ മഹാവ്യാമോഹ സംഹാരിണി എന്നാണ്. വ്യാമോഹത്തിന് വേരോട് പിഴുത്തെടുക്കുന്നവനാണ് ഗുരു. വ്യാമോഹം എന്ന് വെച്ചാൽ സാധിക്കാത്തത് സാധിക്കുന്നുള്ള ഭ്രമം, ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഭ്രമം. കയറില് പാമ്പിനെ കണ്ടിട്ട് കണ്ടതും പോരാ, നാട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് അത് പാമ്പാണെന്ന് സമർത്ഥിക്കുക, അതുണ്ടെന്ന് വിശ്വസിക്കുക. ഇതിനാണ് വ്യാമോഹം. ഈ വ്യാമോഹം നീക്കാനാണ് വിചാരഃ സിദ്ധൌഷധം. വിചാരം എന്ന് പറയുന്ന ഔഷധം, അതാണ് നമ്മള് ഈ 6 ദിവസം, ഇനി വരുന്ന 6 ദിവസം ചെയ്യാൻ പോണത്. കഴിഞ്ഞ അധ്യായം ധ്യാനയോഗമാണ്. മനസ്സിനെ, അനേക ചിത്തവൃത്തികളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിർത്തുന്നത് ധാരണ. ഭഗവാന്റെ രൂപത്തിലോ നാമത്തിലോ നിർത്തുന്നത് ധാരണ. ക്രമേണ പരിശ്രമം പോലുമില്ലാതെ മനസ്സ് ശാന്തമായിട്ട് നിൽക്കുന്നത് ധ്യാനം.
ധ്യാനം വാസ്തവത്തില് നമ്മൾ ചെയ്യണതല്ല, ഉണ്ടാവണതാണ്. എത്ര ചൈവ ആത്മനാ ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. ഭഗവാൻ പറഞ്ഞു, എവിടെയാണോ കേവല ചിന്മാത്രമായിട്ടിരിക്കുന്നത് ആ സ്ഥിതിക്കാണ് ധ്യാനം എന്ന് പേര്. ധ്യാനം ഭാവനാത്മകമായിട്ടാവാം. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, നിത്യശുദ്ധമായ വസ്തുവാണ്, പൂർണ്ണമായ വസ്തുവാണ്, ശാന്തി എന്റെ സ്വരൂപമാണ്, ആനന്ദം എന്റെ സ്വരൂപമാണ്, എനിക്ക് യാതൊരു കളങ്കല്ല, ആകാശം പോലെ നിർമ്മലമായ പൂർണ്ണമായ ശാന്തമായ നിശ്ചലമായ വസ്തുവാണ് ഞാൻ എന്ന് അനുസ്യൂതം ഭാവന ചെയ്യുന്നത് ധ്യാനമാണ്. പക്ഷെ ധ്യാനം വരികയും പോവുകയും ചെയ്യും. ഭാവന, മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന എന്തും വരികയും പോവുകയും ചെയ്യും. അതുകൊണ്ട് ധ്യാനത്തിൽ ഇരിക്കുക. രാവിലെ എഴുന്നേറ്റ് ദിവസം നമ്മൾ കുറച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ധ്യാനിക്കുക എന്നുള്ളത്. ഒരു മനസ്സിന് ചെയ്യാവുന്ന ഏറ്റവും ഉയർന്ന കാര്യമാണ് ധ്യാനസ്ഥിതിയിലിരിക്കുക. മനസ്സുണ്ടോ, അതിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ? ഭഗവത് ധ്യാനത്തില്, ആത്മധ്യാനത്തില്. ചിത്തവൃത്തികൾ ഉദിക്കാതെ ഇരിക്കുന്നത് ധ്യാനം. ചിത്തവൃത്തികൾ ഉദിച്ചുകൊണ്ടേയിരിക്കും, അത് മനസ്സിന്റെ സ്വഭാവം. അനേക ചിത്തവൃത്തികളായിട്ട് മനസ്സലഞ്ഞുകൊണ്ടേയിരിക്കും. ആനയെ തെരുവിൽ കൊണ്ടുപോകുമ്പോൾ തുമ്പിക്കൈയിൽ പിടിക്കാൻ വല്ലതൊക്കെ കൊടുക്കും. പട്ടയോ ചങ്ങലയോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നടക്കും. അതുപോലെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനസ്സിനെ ഒരു നാമത്തിലോ ഒരു രൂപത്തിലോ നിർത്തി ശീലിക്കുന്നത് ധാരണ. അത് തന്നെ സ്വാഭാവികമായി തീർന്നാൽ ധ്യാനം. ഈ ധ്യാനയോഗത്തിനെ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. ഈ അധ്യായത്തില് ഭഗവാൻ ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് ഈ അധ്യായത്തിന് പേര്. ഇവിടെ ജ്ഞാനം എന്ന് വെച്ചാൽ പ്രകൃതിയെ കാണുന്നത് ജ്ഞാനം, കാണുന്നവന് തന്നിലുണ്ടാവുന്ന അനുഭവം വിജ്ഞാനം. പ്രപഞ്ചം നമ്മളുടെ മുമ്പിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പ്രപഞ്ചത്തിലാണ്. ശ്രദ്ധ മുഴുവൻ ലോകത്തിലാണ്. ലോകത്തിൽ അതുകൊണ്ട് ശ്രദ്ധ പതിഞ്ഞു പോവാണ്. പുറമേ കാണുന്ന വസ്തുക്കളിൽ ശ്രദ്ധ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന അറിവിനാണ് നമ്മുടെ സയൻസ്, ശാസ്ത്രം എന്ന് പറയണത്. ആകാശം, ഭൂമി, ഗ്രഹങ്ങള്, സമുദ്രം, അണു, ബൃഹത്ത്, എല്ലാത്തിനെ കുറിച്ചുള്ള അറിവും ശാസ്ത്രമാണ്. അറിയുന്നവൻ ഇതില് ഗുപ്തമായിട്ട് കിടക്കുകയാണ്. എല്ലാത്തിനെയും അറിയുന്നവൻ, അറിയുന്ന ആള്. ഇപ്പൊ നമ്മള് കുടുംബത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ തന്നെ വെച്ചോളാം. അനേക പ്രശ്നങ്ങളെ നമ്മൾ അറിയണു, പരിഹരിക്കാൻ ശ്രമിക്കണു. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, പ്രശ്നം പരിഹാരം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് ഇതാണ് നമ്മളുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത്. നഴ്സറി ക്ലാസ് മുതൽക്ക് പരീക്ഷ പാസ്സായി തോറ്റു. എല്ലാത്തിനും ഇത് നമ്മളുടെ അഹങ്കാരത്തിന്റെ ഒരു ആഗ്രഹമാണ്. സക്സസ്, എന്തോന്ന് നേടിയെടുത്താൽ സന്തോഷിക്കും, നഷ്ടപ്പെട്ട കരയും. സോ ഈഗോ ഈസ് ഓൾവേസ് ഇൻ നീഡ് ഓഫ്, ഇൻ തേഴ്സ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ്. രണ്ട് വേണം അതിന്, ശണ്ട കൂടാൻ. ഈ ക്രിക്കറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ചൊക്കെ കാണാൻ ആളുകൾക്ക് എന്താ ഇത്ര ആഗ്രഹം? ആരോ രണ്ടുപേര് തല്ലണു, അതില് ഒരാളുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ച് മറ്റുള്ളവനെ ജയിക്കാൻ ശ്രമിക്കും. ജയിച്ചാ സന്തോഷം, തോറ്റാ ദുഃഖം. രണ്ടും എനിക്ക് സംബന്ധമില്ലാത്ത ഗ്രൂപ്പാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റേ ഇല്ല. എന്താന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഇല്ല.
വാസ്തവത്തിൽ ഞാൻ എന്നോട് തന്നെ ഉള്ളിൽ നടത്തുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ പുറമേക്ക് മാച്ച് എന്നും ഗെയിം എന്നും ഒളിമ്പിക്സ് എന്നും ഏഷ്യാഡ് എന്നും ഒക്കെ പേര് കൊടുക്കണു. ഇതൊക്കെ ഒരു മനോരോഗത്തിന്റെ വികസിച്ച രൂപങ്ങളാണ്. ഒരുപക്ഷെ ഇതാരും പറയില്ല. ഇതൊക്കെ വലിയ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ ദിവ്യമായ മണ്ഡപങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ തന്നെ വിചാരകുശലനായിട്ടുള്ള ഒരാൾക്ക് തോന്നും മനോരോഗത്തിന്റെ വികസിച്ച രൂപങ്ങളാണ് ഇതൊക്കെ. ഒരു വിധത്തിലുള്ള യുദ്ധമാണ്, സ്പർദ്ധയാണ്, സംഘർഷമാണ്. ശാന്തി അകമയ്ക്ക് കണ്ടെത്തിയ ആൾക്ക് ഹി നീഡ്സ് നോ എന്റർടൈൻമെന്റ് ഫ്രം ദ വേൾഡ്. അനന്താശ്രമത്തിൽ വന്നിരിക്കും. സ്വാമി രാമദാസിന്റെ അടുത്ത് ചോദിച്ചു, വൈ സോ മച്ച് ഇംപെർഫെക്ഷൻ ഇൻ ദ വേൾഡ്? സ്വാമി പറഞ്ഞു, Ramdas sees only perfection here, no imperfection. It need not be reformed. Everything is perfect, Purnam. നമ്മുടെ മനസ്സ് ചഞ്ചലമായിട്ട് ഇരിക്കുന്നിടത്തോളം അത് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ജയം നടത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈശ്വരന്റെ മേലെ പോലും നമ്മളത് ആരോപിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ദുഃഖമൊക്കെ വന്നാൽ ഭഗവാൻ ടെസ്റ്റ് ചെയ്യാണ് നമ്മളെ. അദ്ദേഹത്തിന് നമ്മൾ പരീക്ഷ നടത്തി മാർക്ക് തന്നിട്ട് വേണം അറിയാൻ നമ്മളെവിടെ നിൽക്കണമെന്നുള്ളത്. ഭഗവാന്റെ പരീക്ഷണം. ആകെ മൊത്തം നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഇൻവിജിലേറ്റർ ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇൻവിജിലേറ്റർ, എക്സാമിനർ, പോലീസ്, അല്ലേ? ടെസ്റ്റ്. വെളിയിൽ എന്തോന്നുണ്ട്, എന്തിനെയോ ഭയപ്പെടാൻ ഒരു സാധനത്തിന് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്കൊരു ടെസ്റ്റ്, ഒരു ജയം, ഒരു പരാജയം. പതിവ് പോലെ പറയാം, സ്ട്രെയിൻ ഒന്നും കൂടാതെ കേൾക്കാം. പതുക്കെ 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 നമുക്കുള്ളിൽ കയറും. നമ്മുടെ ജീവിതത്തിലും ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ പ്രശ്നം പരിഹാരം, ഇതാണ് നമ്മുടെ ജീവിതം. ചെറിയ പ്രശ്നം മുതൽക്ക് ഗ്യാസ് തീർന്നു, സിലിണ്ടർ കിട്ടിയില്ല എന്നുള്ള പ്രശ്നം മുതൽക്ക് ഇഷ്ടപ്പെട്ടവരുടെ മരണം, വ്യാധി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ജീവിതത്തിൽ പടർന്നു കിടക്കുന്നുണ്ട്. ഇതൊക്കെ ദിവസം ദിവസം ദൈനംദിന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കുകയാണ് നമ്മൾക്ക്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താ? ഒരു പ്രശ്നം വേണം, ഒന്ന് പരിഹാരം വേണം. ഒരു പ്രശ്നവും ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് ബോറടിച്ചു പോകും. കാരണം നമുക്ക് ആകെപ്പാടുള്ള എന്റർടൈൻമെന്റ് ഒരു പ്രോബ്ലം ആൻഡ് സൊല്യൂഷനാണ്. ഈ മനസ്സുള്ളത്തോളം അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, മനസ്സുള്ളത്തോളം അതിന്റെ ചലനം എങ്ങനെയാണ്? അതിന് ദുഃഖം വേണം, സുഖം വേണം, പ്രശ്നം വേണം, ആരോടെങ്കിലും ശണ്ട കൂടണം. ചിലരുടെ രോഗം എന്താന്ന് വെച്ചാൽ നേരം വെളിച്ചായാൽ ഒരു 10 മണി വരെ ആരുടെ അടുത്തെങ്കിലും ശണ്ട കൂടണം. ഞാൻ പറയണത് തമാശയായിട്ട് തോന്നിയേക്കാം. ഇതൊരു രോഗം പലരിലും കാണുന്ന ഒരു പ്രഭാത പിശാച് ഫോബിയാന്നോ മാനിയാന്നോ പറയാതെ നേരം വെളിച്ചായ തുടങ്ങും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പറയാൻ ലോകത്തിൽ ധാരാളം ആളുകളും, മനോരോഗ വിദഗ്ധന്മാര്. ആരെയും കുറ്റം പറയല്ല. നോക്കൂ, ഇതൊക്കെ ലോകത്ത് ശരീരത്തിന് വിദഗ്ധന്മാര്, മനസ്സിന് വിദഗ്ധന്മാര്, ബുദ്ധിക്ക് വിദഗ്ധന്മാര്, കൗൺസിലേഴ്സ്. ആ കൗൺസിലർ അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാനാണോ ടേബിൾ ഇട്ടിട്ട് ഇരിക്കണത്? അമേരിക്കയിൽ വളരെ രസമാണ്. എന്താന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റ്, ചൈൽഡ്. ഇപ്പൊ ഇന്ത്യയില്, ഭാരതത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഭ്രാന്താസ്പത്രികൾ. ബ്രിട്ടീഷ് ഇന്ത്യയില് ബ്രിട്ടീഷുകാർ ആദ്യകാലത്ത് കണ്ട് ആശ്ചര്യപ്പെട്ടതാണ് ഇവിടെ ഭ്രാന്താശുപത്രിയേ ഇല്ല. ആദ്യം ഒന്ന് സ്ഥാപിക്കണം. പിന്നെ നാട് നീളെ സൈക്കാട്രി, ഇപ്പൊ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ
സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ആയിക്കഴിഞ്ഞു. ചൈൽഡ് സൈക്കാട്രി. ഇപ്പൊ ഈയിടെ ഒരു ചെറിയൊരു അനക്ഡോട്ട് വായിച്ചു. അമേരിക്കയിലെ ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിന്റെ കഥ. ഒരു കുട്ടികളെ അടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, അവരെ എന്തായാലും പറഞ്ഞ് അനുനയിപ്പിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ ധാരാളം പറഞ്ഞുകൊടുത്ത് ആളുകൾക്ക് അറിഞ്ഞിട്ട് കുട്ടികളെ വളരെ സൂക്ഷിച്ചാണ് വളർത്തുന്നത്. അതും അമേരിക്കയിലൊക്കെ കുട്ടികൾ കുറച്ച് വലുതായി ഇതുപോലെ വയസ്സൊക്കെ ആയിട്ട് തല്ലിക്കളഞ്ഞാൽ അച്ഛനും അമ്മയും അവർ പോലീസ് പിടിച്ചോണ്ട് പോകും. എന്നിട്ട് ഇപ്പൊ വിളിച്ചു പറയും, കുട്ടികൾ തന്നെ വിളിച്ചു പറയും. ആ സ്റ്റേറ്റിലാണ്. അപ്പോ ഒരു കുട്ടിയെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ കുട്ടി ആ വീട്ടിലൊരു സൈക്കിളിൽ കയറിയിരുന്നു. ആ വീട്ടിലുള്ള കുട്ടിയുടെ സൈക്കിളും. എന്തു പറഞ്ഞിട്ടും കുട്ടി പറഞ്ഞു ഞാൻ ഇറങ്ങില്ല എന്ന്. അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചു നോക്കി, കുട്ടി തയ്യാറായില്ല ഇറങ്ങാൻ. അവസാനം അച്ഛനമ്മ പറഞ്ഞു ചീത്ത പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെ ഇറക്കും? ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിച്ചോണ്ട് വന്നു, ചൈൽഡ് സൈക്കാട്രിസ്റ്റ്. അദ്ദേഹം കൂടെ ഒരു അസിസ്റ്റന്റിനെയും കൂട്ടിക്കൊണ്ട് സ്കൂട്ടറിൽ വന്ന് ഇറങ്ങി. ആദ്യം തന്നെ അദ്ദേഹത്തിന് ഇത്ര ചാർജ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ബില്ലൊക്കെ വാങ്ങിച്ചു. കുട്ടിക്കും ബുദ്ധിയുണ്ട്, കുട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇയാള് ബില്ല് എഴുതി കൊടുക്കണതൊക്കെ. അപ്പൊ കുട്ടിക്കും അറിയാം. എന്നിട്ട് പതുക്കെ കുട്ടിയുടെ അടുത്ത് പോയി ചെവിയിൽ എന്തോ പറഞ്ഞു. ഒരു വിധത്തിലുള്ള എതിർപ്പും കൂടാതെ കുട്ടി സൈക്കിളിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ മടിയിൽ പോയിരുന്നു. അവര് ചോദിച്ചു, ഇതെങ്ങനെയാ? ഞങ്ങൾ എത്ര നേരം പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു നോക്കി, ഇവൻ കേട്ടില്ല. നിങ്ങൾ എന്തു മന്ത്രമാ പറഞ്ഞു? അതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല എന്ന്. അപ്പൊ പോകുമ്പോ ഈ അസിസ്റ്റന്റ് ചോദിച്ചു, എന്താ സീക്രട്ട്? ഒരു സീക്രട്ടും ഇല്ല. കുട്ടി എന്നെ കണ്ടപ്പോ മനസ്സിലാക്കി ഞാൻ പ്രൊഫഷണൽ ആണെന്ന് കുട്ടിക്ക് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ പണമൊക്കെ വാങ്ങിച്ചപ്പോൾ വളരെ സീരിയസ് ആണെന്ന് കുട്ടിക്ക് അറിയാം. എന്നിട്ട് കുട്ടിയുടെ അടുത്ത് പോയി പറഞ്ഞു, നോക്കൂ, എന്നെ സൈക്കിളിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് അച്ഛനും അമ്മയും വിളിച്ച് പണം തന്നിരിക്കുകയാണ്. എന്നെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നല്ല പൂശെന്ന് പറഞ്ഞത്. കുട്ടി വളരെ വളരെ സാധുവായിട്ട് ഇറങ്ങി അച്ഛനും അമ്മയുടെയും മടിയിലിരുന്നു. എല്ലാത്തിനും പ്രശ്നത്തിന് പരിഹാരത്തിന് ലോകത്തിൽ എവിടെ എന്ത് കിട്ടും നോക്കാം. അവസാനം നാട്ടുമരുന്ന് നോക്കണം. എല്ലാ പ്രശ്നങ്ങളും കണ്ട്, കോൺഫ്ലിക്ട്സ് ഒക്കെ കണ്ട് ഭഗവാൻ 2ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ശ്രുതി വിപ്രതിപന്നാതേ യഥാസ്ഥാസ്യതി നിശ്ചലാം സമാധൗ അചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. പുറമേക്ക് ഉള്ള ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ കണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ചിത്തം നിശ്ചലമാവും. അപ്പൊ നമ്മൾ കാണും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതും നമ്മളുടെ പൂർണ്ണത്വത്തിന് കാരണമായിട്ടുള്ളതുമായ വസ്തു എല്ലാത്തിനെയും ഒരു ക്ഷണത്തില് ഇല്ലാതാക്കുന്നതായ ഒരു പൂർണ്ണ വസ്തു നമ്മളുടെ ഉള്ളില് ഓൾറെഡി ഉണ്ട്. നമ്മളൊക്കെ അതാണ്. നമ്മളുടെ സ്വരൂപം തന്നെ അതാണ്. തമേവൈകം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചത്. ഒരു കുഴപ്പമേ ഇവിടെ ഉള്ളൂ, അജ്ഞാനം. ഉന്നൈ നീ തെരിന്തായാകിൽ ഉനക്ക് ഓർ കേടുമില്ലേ. കൈവല്യ നവനീതത്തിലെ ഒരു പാട്ടാണ്. ഉന്നൈ നീ തെരിന്തായാകിൽ തെരിന്തുകൊണ്ടാൽ ഉനക്ക് ഓർ കേടുമില്ലേ. എന്റെ സ്വരൂപം എന്താണെന്ന് നീ അറിഞ്ഞാൽ, ഞാൻ എന്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോൾ ഈ ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ശരീരത്തിനെ ബാധിക്കണത് മനസ്സിനെ ബാധിക്കണതൊക്കെ പെരിഫറിയിലുണ്ട്. ഇതൊന്നുമല്ല എന്റെ സ്വരൂപം. പിന്നെ ഈ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്ന് അന്യമായ എനിക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ട്, അസ്തിത്വമുണ്ട്. ഇതിനെ മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോധമുണ്ട്, അറിവ് ഉണ്ട്. അഹമസ്മി എന്നുള്ള അറിവുണ്ട്. പ്രപഞ്ചം കാണപ്പെടുന്നു, പ്രപഞ്ചം അറിയപ്പെടുന്നു. അറിയുന്നവൻ ജ്ഞാനം, വിജ്ഞാനം, പെർസെപ്ഷൻ, എക്സ്പീരിയൻസ്, പ്രതീതി, അനുഭവം. ഈ കാണപ്പെടുന്നത് ഇന്ദ്രിയ പ്രത്യക്ഷമായി പ്രപഞ്ചത്തിലെ എല്ലാ കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും ദ്വന്ദ്വങ്ങളും ത്രിപുടിയും ഒക്കെ ഉണ്ട്. സുഖം ദുഃഖം എല്ലാം ഉണ്ട്.
പക്ഷേ ഈ സെന്ററിലേക്ക് പോയാൽ, ഈ കേന്ദ്രത്തിലേക്ക് പോയാൽ, ഹൃദയസ്ഥാനം, നമ്മളതിന് ഹൃദയം എന്ന് പറയണു, ആ ഹൃദയസ്ഥാനത്തിൽ പോകുമ്പോൾ അവിടെ എപ്പോഴും പൂർണ്ണമാണ്, എപ്പോഴും ആനന്ദമാണ്, എപ്പോഴും ശാന്തിയാണ്. എല്ലാ ദുഃഖത്തിന്റെ നടുവിലും അവിടെ ആനന്ദമാണ്, ശാന്തിയാണ്, ശിവമാണ്. ആ പൂർണ്ണത്വത്തിനെ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സത്സംഗത്തിന്റെ, ഋഷികളുടെ, അധ്യാത്മത്തിന്റെ ജോലി. ലോകത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, മനസ്സിലുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനല്ല. ഇതൊക്കെ അതേപടി നിൽക്കുക. വിത്ത് ഓൾ കൺഫ്യൂഷൻ യു സീ എ സെന്റർ വേർ യു ആർ അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്, ഹോൾ, ശാന്തം, പൂർണ്ണം. ആ പൂർണ്ണത്വം നേടിയെടുത്തതല്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോവില്ല. ആ പൂർണ്ണത്വം ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് അത് നശിക്കുകയില്ല. ആ പൂർണ്ണത്വം മെഡിറ്റേഷൻ കൊണ്ട് നേടിയെടുത്തതല്ല, അതുകൊണ്ട് മെഡിറ്റേഷൻ നിർത്തിയാൽ അത് പോവില്ല. ആ പൂർണ്ണത്വം ശരീരം കൊണ്ടുള്ളതല്ല, അതുകൊണ്ട് ശരീരം ശിഥിലമാവുമ്പോ അത് ശിഥിലമാവില്ല. മനസ്സ് ചഞ്ചലമാവുമ്പോഴേ അത് ബാധിക്കപ്പെടില്ല. ഒരു ഭാവനയിലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. അൺകണ്ടീഷണൽ ഫ്രീഡം, അൺകണ്ടീഷണൽ പെർഫെക്ഷൻ, അൺകണ്ടീഷണൽ ബ്ലിസ്, നിരപേക്ഷമായ സുഖം, നിരപേക്ഷമായ സ്വാതന്ത്ര്യം, നിരപേക്ഷമായ ശാന്തി, നിരപേക്ഷമായ ആനന്ദം, നിരപേക്ഷമായ പൂർണ്ണത, നിരപേക്ഷമായ ആരോഗ്യം. അതാവട്ടെ നമുക്ക് സ്വതസിദ്ധമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ സത്സംഗത്തില് ഇപ്പൊ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കും എന്നോട്, സത്സംഗ ഗീത പറഞ്ഞു, എത്ര പേർക്ക് എന്തൊക്കെ പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്തു എന്നൊക്കെ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നു. പറഞ്ഞു, ഞാൻ പ്രാക്ടിക്കലായി ചെയ്യേണ്ട കാര്യം പറയാറേ ഇല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതില് ഹതാശനാവണമില്ല. അവരൊന്നും ചെയ്യണില്ലല്ലോ എന്നൊന്നും എനിക്ക് തോന്നില്ല. കാരണം ചെയ്യാൻ ഞാൻ ഒന്നും പറയാറില്ല. അത് വെറും ഒരു ഇല്യൂഷനാണ്. ഹോംവർക്ക് ചെയ്ത് ചെയ്ത് പഠിച്ചിട്ട് എന്തോ ചെയ്യാൻ കൊടുക്കണം, പിന്നെ ചെയ്യണം. ഒന്നും ചെയ്യാനില്ല. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്കും തന്നിട്ടില്ല, ഒന്നും ചെയ്യാനില്ല. ഈ ഇരിക്കുന്ന സമയം എപ്പോഴെങ്കിലും ഒരു ക്ഷണനേരം നമ്മളുടെ ഇരുപ്പ്, ഞാനുണ്ട് എന്നുള്ള അനുഭവം, അസ്തിത്വം, അവിടെ ശ്രദ്ധ, ഒരു ക്ഷണമല്ല എത്രയോ ക്ഷണം നിങ്ങളൊക്കെ ആ സ്ഥിതിയിൽ ഇരുന്നിട്ടുണ്ട്. എത്രയോ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനെ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ഗംഗയില്, ആ മാനസ തീർത്ഥത്തില് നിങ്ങൾ ഒന്ന് കുളിച്ചിട്ടുണ്ട്. അത് മതി എനിക്ക്. നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവട്ടെ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവട്ടെ, നിങ്ങൾ എന്തൊക്കെ പാപം ചെയ്തവരോ പുണ്യം ചെയ്തവരോ എന്ത് വേണമെങ്കിൽ ആവട്ടെ, അതൊക്കെ സർഫസാണ്. നാരദ മഹർഷി പറയണു, ഹിരണ്യകശിപുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാണ് ധർമ്മപുത്രരുടെ അടുത്ത്, അവനെ സാധാരണ ആളായിട്ട് കണക്കാക്കണ്ടെന്ന്. അവൻ എത്ര വലിയ ദുഷ്ടൻ എന്ന് പറയുമ്പോ നാരദൻ പറയാണ്, നിരന്തര സമാധിയിലാണ് അവന്. അവന്റെ ശരീരത്തിന്റെ ഘോരതയൊന്നും കണ്ട് കണക്കാക്കണ്ട, സംഭ്രംഭ സംഭൃത സമാധി അനുബദ്ധ യോഗവും. ഇവിടെ ദുഷ്ടനും ആരുമില്ല. സർഫസിൽ ദുഷ്ടനായിരിക്കും, എങ്കിലും ഉള്ളിൽ പൂർണ്ണനാണ്. സർഫസിൽ നല്ല ആളായിരിക്കും, എങ്കിലും ഉള്ളിൽ പൂർണ്ണനാണ്. കാരണം പൂർണ്ണമല്ലാത്ത ഒരു വസ്തു ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല, അപൂർണത ഉണ്ടാവാനേ പറ്റില്ല. രാഗദ്വേഷാദികളൊക്കെ സ്ക്രീനിലെ സിനിമ മാതിരിയാണ്, ഒന്നും സ്ക്രീനിനെ തൊടില്ല. എല്ലാ ദോഷങ്ങളും സ്ക്രീനിൽ കണ്ടാലും സ്ക്രീനിൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടാവോ?
അതുപോലെ നിങ്ങളിൽ കാണുന്ന ദോഷം ഒന്നും തന്നെ നിങ്ങളുടെ സെന്ററിലുള്ള നിങ്ങളുടെ ഉണ്മയായ സത്തയിൽ, അസ്തിത്വത്തിൽ, നിങ്ങളുടെ ഇരിപ്പില് ഒരു കളങ്കവും ഏൽപ്പിക്കില്ല, ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. കാരണം നിങ്ങൾ പൂർണ്ണരാണ്. ആ പൂർണ്ണതയ്ക്ക് കളങ്കം വരുത്താൻ ഈ ശരീരത്തിനോ മനസ്സിനോ നിങ്ങളുടെ അഹങ്കാരത്തിനോ സാധ്യമേ അല്ല. അത് പറയുമ്പോ തന്നെ നോക്കുക നിങ്ങളുടെ റിയാക്ഷൻ. ആനന്ദം. ആനന്ദം എവിടുന്ന് വരണു? പൂർണ്ണതയെന്നാണ്. കാരണം ആ സെന്ററിൽ ആ പൂർണ്ണത ഉണ്ട്. ആ പൂർണ്ണതയെ നിങ്ങൾക്ക് ഒരു കർമ്മം കൊണ്ട്, ആക്ഷൻ കൊണ്ട്, ഒരു പ്രോസസ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. യു ഹാവ് ടു ജസ്റ്റ് അഫേം ഇറ്റ് ആൻഡ് റെക്കഗ്നൈസ് ഇറ്റ്. കർമ്മം കൊണ്ട് വെളിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം, കർമ്മം കൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതൊക്കെ തന്നെ എക്സസൈസ് ചെയ്താൽ വയറ് കുറയും, എക്സസൈസ് നിർത്തിയാൽ ഡൈനിങ് ടേബിൾ വരും മുമ്പിൽ. എന്താ? കർമ്മം അങ്ങനെയാണ്. ഒരു ബലം പ്രയോഗിക്കൂ, നിൽക്കും. കൈവിടൂ, പൊന്തും. പക്ഷെ ജ്ഞാനം വസ്തുവിന്റെ സ്വഭാവത്തിനെ മാറ്റണില്ല. ജ്ഞാനം കാണിച്ചു തരുന്ന ഒരു വിളക്കും അത്രയാണ്. അത് നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതിയെ കാട്ടിത്തരാണ്. നമ്മൾ സ്വയമേവ പൂർണ്ണരാണ്, നിജബോധ സ്വരൂപ. ആ പൂർണ്ണത നമ്മള് പതുക്കെ 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 റെക്കഗ്നൈസ് ചെയ്യും തോറും നമ്മൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശ്രദ്ധ ആ വസ്തുവിൽ വീണാൽ പിന്നെ ഒരിക്കലും ആ പൂർണ്ണത നഷ്ടപ്പെട്ടു പോയി എന്നുള്ള പ്രതീതി ഉണ്ടാവില്ല. അതേസമയം ഓർത്തോള, ലോകത്തിലുള്ള പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടില്ല. ശരീരത്തിലോ പ്രപഞ്ചത്തിലോ പ്രശ്നപരിഹാരമല്ല, ഉള്ളില് പ്രശ്നമേ ഇല്ല. യു ആർ ജസ്റ്റ് ഡിസോൾവിംഗ് ദ പ്രോബ്ലം, നോട്ട് സോൾവിംഗ് ദ പ്രോബ്ലം. സുഷുപ്തിയിൽ എങ്ങനെ ചെയ്യണോ അതുപോലെ ഡീപ്പ് സ്ലീപ്പ്. അവിടെ ശരീരമില്ല, അവിടെ മനസ്സില്ല, അവിടെ ബുദ്ധിയില്ല, അവിടെ അഹങ്കാരമില്ല, സുഖമായിരുന്നു എന്ന് പറയുന്നു. ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ടിരുന്നു. ആ സുഖം എവിടെ നിന്ന് വന്നു? എന്തെങ്കിലും ചെയ്തിട്ട് നേടിയില്ല. സ്വാഭാവികമായ സുഖം, സ്വതസിദ്ധമായ സുഖം, ആനന്ദം. ഈ ആനന്ദം നമ്മളുടെ ഉള്ളിൽ അകമേ നമുക്ക് സിദ്ധമാണ്, ഉണ്ട്. ആനന്ദാണോ ഉള്ളത്, ദുഃഖമല്ല. എന്തെങ്കിലും ദുഃഖം വന്നാൽ നമ്മൾ ചോദിക്കുമില്ലേ, എന്തുകൊണ്ട് ദുഃഖം ചോദിക്കുമില്ലേ? കാരണം ദുഃഖത്തിനൊരു കാരണം വേണം. സുഖമായിട്ടിരിക്കുമ്പോ എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കണമെന്ന് ചോദിക്കോ? ആരോഗ്യമായിട്ടിരിക്കണ ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താ ഹാർട്ട് അറ്റാക്കേ വരാത്തത് ചോദിക്കോ? നിങ്ങൾക്ക് എന്താ ക്യാൻസർ വരാത്തതെന്ന് ചോദിക്കോ? സന്തോഷമായിട്ടിരിക്കുമ്പോ എന്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് ചോദിക്കോ? ചോദിക്കില്ല. നമുക്ക് സ്വതസിദ്ധമാണത്. ശാന്തി സ്വതസിദ്ധമാണ്, ആനന്ദം സ്വതസിദ്ധമാണ്. ഒന്നും ചെയ്യണ്ട. ശാന്തിക്ക് എന്ത് ചെയ്യണം? ശാന്തിയാണ് ഉള്ളത്. ശാന്തിയാണ് ആത്മസ്വരൂപം, ശാന്തിയാണ് ജ്ഞാനം, ശാന്തിയാണ് മുക്തി, ശാന്തിയാണ് ഭഗവാന്റെ സ്വരൂപം. ശാന്തോയമാത്മാ. ശ്രുതി തന്നെ ആത്മാവിനെ ഡെഫിനിഷൻ കൊടുക്കണത്. ഒരാള് ചോദിച്ചു എന്നോട്, ഈ ആത്മാ എന്ന് പറയുന്നത് എന്താ? അതൊരു വല്ല വിളക്ക് പോലെ, ജ്യോതി പോലെ ഉള്ളിൽ അറിയപ്പെടുവോ? സിമ്പിൾ ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പീസ്, ശാന്തി. എല്ലാവർക്കും അനുഭവമുണ്ട്. ചിലർ കുറച്ചു നേരം അനുഭവിച്ചിട്ടുണ്ടാവും സത്സംഗത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു പ്രശ്നവുമില്ലാതെ. സാധാരണ കുട്ടികൾ പറയും, സ്കൂള് കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുമ്പോൾ വൈകുന്നേരം, സ്കൂൾ പൂട്ടിയിട്ട് 2 മാസം വെക്കേഷൻ, ലാസ്റ്റ് ദിവസം പൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഒരു സന്തോഷം. ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എന്താ ഈ മുക്തി മുക്തി എന്ന് പറയണമല്ലോ, എന്താ അത് എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടിയോട് പറഞ്ഞു കൊടുത്തതാണ്, വെക്കേഷന് സ്കൂൾ പൂട്ടിയിട്ട് വീട്ടിൽ വരുമ്പോ എങ്ങനെയുണ്ടാവും? സന്തോഷം. മുക്തി ഈസ് ഇറ്റേണൽ ഹോളിഡേ. ഇത് 2 മാസം കഴിഞ്ഞ് പതുക്കെ പതുക്കെ ടീച്ചർമാരുടെ മുഖമൊക്കെ മുമ്പിൽ വരും, ഹോംവർക്ക് ബുക്കൊക്കെ മുമ്പിൽ വരും, എക്സാമിനേഷൻ പ്രോജക്റ്റ് ഒക്കെ മുമ്പിൽ വരും, അല്ലേ? ഇതൊന്നുമില്ല. ഇറ്റേണൽ ഹോളിഡേ. അതാണ് ഹോളിഡേ ആണത്. ഹോളിഡേ അല്ല, ഹോളിഡേ. ആനന്ദമാണ്, ശാന്തിയാണ്, നിർവൃത്തിയാണ്, സ്വതസിദ്ധമാണത്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്.
അല്ലാതെ ഈ സത്സംഗം ഇപ്പൊ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനോ ഗീത പഠിപ്പിക്കാനോ ശ്ലോകം പഠിപ്പിക്കാനോ ഒന്നുമല്ല. ഇറ്റ് ഈസ് പോസിബിൾ. ദ പോസിബിലിറ്റി ഈസ് ഓൾറെഡി ദെയർ. യു ആർ പൊട്ടൻഷ്യലി ദാറ്റ്. മുക്തിയുടെ ബീജം നമ്മളുടെ അകമയുണ്ട്. നമ്മൾ മുക്തരാണ്. മുക്തി നമുക്ക് സ്വതസിദ്ധമാണ്. ശാന്തി സ്വതസിദ്ധമാണ്. ആനന്ദം സ്വതസിദ്ധമാണ്. നൈർമല്യത സ്വതസിദ്ധമാണ്. ആനന്ദാദ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യപി സംവിശന്തി. വേദത്തിന്റെ മീമാംസയാണത്. ആനന്ദമീമാംസ എന്നാണ്. പ്രപഞ്ചത്തിന് സോഴ്സ് എന്താണ്, എന്തിലാണ് മനുഷ്യർ നിൽക്കുന്നത്, എവിടേക്കാണ് വീണ്ടും ലയിച്ചു ചേരുന്നത് എന്ന് ചോദിച്ച് മാറ്റർ ആണെന്നും എനർജി ആണെന്നും മൈൻഡാണെന്നും ഒക്കെ അന്വേഷിച്ച് അവസാനം പറഞ്ഞു ആനന്ദമാണെന്നാണ്. ആനന്ദമാണ്. ആനന്ദത്തിലാണ് ജനിക്കണത്, ആനന്ദത്തിലാണ് നിൽക്കണത്, ആനന്ദത്തിനെ അന്വേഷിച്ചുകൊണ്ടാണ് എല്ലാ മൂവ്മെന്റും, ആനന്ദത്തിലാണ് ലയം. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണ്. ദുഃഖം വെറുതെ ഡ്രാമയിലെ ഒരു വേഷം മാത്രമാണ്. സ്വാമി രാമദാസിന്റെ അടുത്ത് ഒരാള് ചെന്ന് പറഞ്ഞു, എനിക്ക് വല്ലാതെ വിഷമുണ്ട്, സംസാര ദുഃഖമൊക്കെ പറഞ്ഞു കരഞ്ഞു. കരഞ്ഞ സ്വാമി എന്തെങ്കിലുമൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ രാമനാമം ജപിക്കൂ ദുഃഖം മാറുന്നെങ്കിലുമൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചാൽ ഉറക്കെ ചിരിക്കുകയാണ്. സ്വാമി ഉറക്കെ ചിരിച്ചു. അപ്പോ അത് എക്സ്റ്റാറ്റിക് ലവ് എന്നുവെച്ചാൽ അത്ര ആ ആനന്ദമായിട്ട് ചിരിച്ചു. ഇയാളോ തന്റെ വിഷമമൊക്കെ പറഞ്ഞ് കരയാണ്. സ്വാമി ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, രാം യു ക്യാൻ നോ മോർ ഡിസീവ് രാംദാസ്. ഈ ദുഃഖം വിഷമം പറഞ്ഞ ആളോട് പറയാണ്, നീ രാമനാണ്, നീ എന്നെ പറ്റിക്കണ്ടെന്നാണ്. എന്റെ മുമ്പിൽ വന്ന് വേഷം കെട്ടി എനിക്ക് ദുഃഖമുണ്ട്, ഞാൻ സംസാരിയാണ് എന്നൊന്നും പറഞ്ഞ് പറ്റിക്കണ്ട. നൗ രാംദാസ് ക്യാൻ സീ ത്രൂ യു. എന്റെ ഉള്ളിൽ കാണാൻ പറ്റും, എനിക്കിപ്പോ കാണാം, നീ രാമനാണ്. ആ ദർശനം, അതിനാണ് അമൃത ദൃഷ്ടി എന്ന് പേര്. ആ ദർശനം തന്നെ ആ ദുഃഖം എന്ന് പറഞ്ഞിരുന്ന ആളുടെ ദുഃഖമൊക്കെ മാറ്റി. വാസ്തവത്തിൽ ആത്മജ്ഞാനം ഉണ്ടാവുന്നത് ഉപദേശം കൊണ്ടോ സാധന കൊണ്ടോ അല്ല. വളരെ തീവ്ര മുമുക്ഷുവായ ഒരാള് ഗുരുവിന്റെ അടുത്ത് പോകുന്നു. ഗുരു നിന്നെ ഞാൻ ശിഷ്യനായിട്ട് എടുക്കാമെന്നൊന്നും പറയണില്ല. ഗുരുവിന് ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ വരുന്ന ശിഷ്യനെ ഗുരു തന്റെ തന്നെ സ്വരൂപമായിട്ട് ഐക്യഭാവത്തോടുകൂടെ ഒന്ന് നോക്കിയാൽ മതി. ദാറ്റ് വെരി വിഷൻ ക്യാൻ ഇൻസ്റ്റിൽ സെൽഫ് നോളജ്. ഒരു നോട്ടം എന്നുവെച്ചാൽ അത് അത്ര ഫോഴ്സ്ഫുള്ളാണ്. നമുക്കറിയാം, ലൗകികമായ ഇമോഷൻസ് പോലും നോക്കിയിട്ട് നമ്മൾ കൺവേ ചെയ്യേണ്ടത് അല്ലേ? കാമം, കോപം, രാഗദ്വേഷങ്ങളൊക്കെ തന്നെ ഒരാൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണുണ്ട്. എത്ര സിനിമാ പാട്ടുകളാണ് നോട്ടത്തിനെ കുറിച്ച്. ആലോചിച്ച് നോക്കൂ. ആളുകൾക്ക് ഈ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെ ഈ നോട്ടത്തിനെ കുറിച്ച് എത്രയുള്ളപ്പോ മഹാപുരുഷന്മാരുടെ നോട്ടം, മുരുകനാഥ സ്വാമികൾ, രമണ ഭഗവാന്റെ ആ നോട്ടത്തിനെ കുറിച്ച് തന്നെ അനേകം പതികങ്ങളാണ്. തിരുക്കണ്ണോക്കം, അണ്ണാമലൈ രമണൻ കണ്ണാൽ പെയ്യും കരുണൈ എന്നുവെച്ചാൽ ആ നോട്ടം എന്താ അർത്ഥം? നോട്ടത്തിന്റെ വ്യാഖ്യാനമാണ് തത്വമസി. നോട്ടം നിന്നോട് ഞാൻ ദയ കാണിക്കലൊന്നുമല്ല, നീ ഞാനും ഒന്നാണ്, ഞാൻ തന്നെയാണ് നീ, നിത്യശുദ്ധമായ വസ്തുവാണ് നീ എന്ന് പറഞ്ഞുള്ള ആ വെരി വിഷൻ, പെനട്രേറ്റിംഗ് വിഷൻ, ആ ദർശനം തന്നെ ഉള്ളില് സോഹമസ്മി എന്നുള്ള അനുഭവത്തിന് ഉണ്ടാക്കാണ്, പൂർണ്ണത ഉണ്ടാക്കാണ്. ജ്ഞാനികളുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. യോഗവാസിഷ്ടത്തിൽ പറയണു, മഹാപുരുഷന്മാരുടെ അടുത്ത് ചെന്ന് രാഷ്ട്രീയമാണ് പറയണതെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവര് ഭാഗവതമോ ഗീതയോ തന്നെ പറയണമെന്നൊന്നുമില്ല എന്നാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല, ലൗകികന്റെ അടുത്ത് പോയി ഭഗവത്ഗീത പഠിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന്. ജ്ഞാനികളുടെ അടുത്ത് പോയി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല എന്നാണ്. എന്നുവെച്ചാൽ ആ സാന്നിധ്യം തന്നെ മതി. സാന്നിധ്യത്തിന്റെ പവർ എന്താന്ന് വെച്ചാൽ ദേ ആർ ക്യാരിങ് എ ഫോഴ്സ് വിച്ച് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് മൈൻഡ്.
നമ്മൾക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റും മെന്റൽ കോണ്ടാക്റ്റുമാണ് ലോകത്തിൽ മുഴുവൻ. സത്സംഗം എന്ന് പറയുമ്പോ മനസ്സിനപ്പുറം പോയി ചിത് ശക്തി ചേതനാരൂപ ജഡശക്തി ജഡാത്മിക. ലളിതാ സഹസ്രനാമത്തിൽ 2 നാമാണത്. ഈ ചിത് ശക്തി മാത്രമായിട്ടിരിക്കുന്നവനാണ് ജ്ഞാനി. അവന്റെ സാന്നിധ്യം, ദർശനം അത്രയൊക്കെ മതി. കാരണം അയാളെ ദർശിക്കുന്ന വസ്തു നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലതൊക്കെ 2 പേര് തമ്മില് സത്സംഗത്തിന് തന്നെ വന്നിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇവിടെ പറഞ്ഞാൽ ഭാര്യ മുമ്പിലിരിക്കണ്ടാവും, ഭർത്താവ് ചിലപ്പോൾ ബാക്കിലിരിക്കണ്ടാവും. നോക്കിയിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാട്ടും, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിനും മനസ്സിലാവും, ചിരിച്ചോളൂ. യു നീഡ് നോട്ട് സ്പീക്ക് അല്ലേ? ചെറിയ കാര്യം. അതിനേക്കാളൊക്കെ വലുതാണ് ഒരേ ഒരു ദർശനം. മൃഗനാഥ സ്വാമികൾ രമണ ഭഗവാനെ കുറിച്ചൊരു പാട്ട്, ആ പാട്ട് എഴുതുന്നതിന് കാരണം, ഒരു ദിവസം രമണ മഹർഷി അധികം തിരക്കൊന്നും വരുന്നതിന് മുമ്പ്, രമണാശ്രമം ചെറിയ കുടീരം മാത്രമാണ്. ആ സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ആരും ഇല്ലാത്ത സമയം നോക്കി നടന്ന് പുറകെ കൂടെ പോയി കാവ്യകണ്ഠ ഗണപതി മുനി, അദ്ദേഹം വലിയ തപസ്വിയായിരുന്നു, കാവ്യകണ്ഠ ഗണപതി മുനിയെ വിളിച്ചുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. 3 പേർ, രമണ മഹർഷി, കാവ്യകണ്ഠ ഗണപതി മുനി, വിശ്വനാഥസ്വാമി, 3 പേരും കാട്ടിന്റെ ഉള്ളിലേക്ക്, മലയുടെ ഉള്ളിലേക്ക്, കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോണ്ട് ഈ മുരുകനാർ എന്ന് പറയുന്ന വലിയ ഭക്തൻ, പരമഭക്തൻ, മഹർഷിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായു പളർന്നു നോക്കിക്കൊണ്ടിരിക്കും, വേറെ ഒന്നും ചെയ്യില്ല. ലോകമേ മറന്നുപോയി. മഹർഷിയെ കണ്ടതോടുകൂടെ അദ്ദേഹത്തിന് ലോകമേ മറന്നുപോയി. മഹാത്മാവ് ആശ്രമത്തിൽ വന്നു, മഹർഷിയെ കാണാനില്ല. എവിടെയെന്ന് അന്വേഷിച്ചു, ആർക്കും അറിയില്ല, എവിടെ പോയിന്ന് അറിയില്ല. പലയിടത്തും അന്വേഷിച്ചു, കണ്ടില്ല. ഒരു ഇൻറ്റ്യൂഷൻ, മണത്തറിയാന്ന് പറയില്ലേ, അതുപോലെ എങ്ങനെയോ അറിഞ്ഞ് കാട്ടിന്റെ ഉള്ളിലേക്ക് അന്വേഷിച്ചുകൊണ്ടുപോയി. അടുത്തെത്തി, കാട്ടിലെത്തിയപ്പോ അവിടെ ഈ കാട്ട് ഉണക്ക ഇലകളില് കാല് ചവിട്ടി ശബ്ദം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഭഗവാൻ പറഞ്ഞു, ആരോ വരണ്ടെന്നു. നോക്കുമ്പോ മുരുകനാറിനകത്ത് വരെയാണ്. അപ്പൊ മുരുകനാറിനെ കണ്ടു ഭഗവാൻ തന്നെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അത്രേ, ഒരു ഫോറസ്റ്റ് ഗാർഡന് പോലും ഇങ്ങോട്ട് അന്വേഷിച്ചു വരാൻ പറ്റില്ല, നീ എപ്പടി വന്നേ, എങ്ങനെ വന്നു? കാവ്യകണ്ഠ ഗണപതി മുനി മുരുകനാറിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഇതാണ് ഭക്തി. ഒരു ഭക്തി എങ്ങനെയൊക്കെ എന്തെന്ന് വെച്ചാൽ, ശരിക്കും ഭാഗവതത്തിലെ ഗോപസ്ത്രീകൾ, ഒരു ഗോപസ്ത്രീ കൃഷ്ണന്റെ കൂടെ പോയി എന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ള ഗോപസ്ത്രീകളൊക്കെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു നടക്കണ പോലെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ്. ആ കണ്ടുപിടിച്ച് ഭഗവാനെ നമസ്കരിച്ചു കാട്ടിൽ പോയിട്ട്. എന്താ തിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ ആശ്രമത്തിൽ വന്നാൽ കാണാൻ പോണു, എങ്കിലും കുറച്ചു നേരം കാണാതിരിക്കാൻ വയ്യ, ഓടി വന്നപ്പോ ഭഗവാൻ അങ്ങനെ ഒരു നോട്ടം നോക്കിയത്രേ. എന്നുവെച്ചാൽ ഏതോ ഒരു ആ കൃപ സമ്പാദിക്കാണ്, ഗുരുകൃപയെ സമ്പാദിക്കാൻ ഈ ജീവൻ ഒരു വഴിയാണ് പ്രിയം. ആ പ്രിയം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തു. ഗുരുവിന്റെ കൺട്രോളിലും ഇല്ല ഈ കൃപ, ശിഷ്യന്റെ കൺട്രോളിലും ഇല്ല. ശിഷ്യൻ ആ ഭക്തി അങ്ങോട്ട് കാണിച്ചു. ഗുരു ഒന്ന് നോക്കി, മഹർഷി നോക്കി, അത്രയേ ഉള്ളൂ. മുരുകനാർ അത് പിന്നീട് പാടുന്നു. അകത്താമരൈ മലർമീതുരൈ അരുണാചല രമണൻ നഗൈത്താനുര വിഴിത്താൻ അര ശകുത്താൻ എന്നത് ഉയിரை മികത്താൻ അരുൾ സുരന്താൻ എന മുഖവാപുരി മുരുകൻ ജഗത്താറുയ വകുത്താൻ മുறை തിരുവാചക നികഴേ. ഈ പാട്ട് വിശ്വനാഥസ്വാമി, കൂടെ ഉണ്ടായിരുന്ന വിശ്വനാഥസ്വാമി എഴുതിയ പാട്ടാണ്. അന്ന് സംഭവിച്ചത് അകത്താമരൈ മലർമീതുരൈ അരുണാചല രമണൻ, ഹൃദയത്താമരയുള്ള ആ രമണൻ, ഈ പുറമേക്ക് ആ രൂപത്തിൽ നിൽക്കുന്ന ആ രമണൻ ഒന്ന് നോക്കി ചിരിച്ചു എന്നാണ്. നഗൈത്താൻ എന്ന് വെച്ചാൽ ചിരിച്ചു. ചിരിച്ച ഉടനെ അരശകുത്താൻ എന്നത് ഉയിരയുന്നത്, ഉള്ളിലുള്ള അജ്ഞാനത്തിന്, ജീവാഹന്തയെ ആ ക്ഷണം തന്നെ വേരോട് പറിച്ചെടുത്തു കളഞ്ഞു. മൃഗനാരോട് പിന്നീട് ചോദിച്ചു, സ്വാമി എന്ത് സാധന ചെയ്തു എന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞു, സാധനയോ? സാധനയ്ക്ക് എവിടെ സമയം? സാധന ചെയ്യാൻ എവിടെ സമയം? സമയം കിട്ടിയിട്ട് വേണ്ടേ സാധന ചെയ്യാൻ? എന്നുവെച്ചാൽ അതിനുപോലും സമയമില്ല. ആ ഗുരുകൃപ സാന്നിധ്യം, ആ ക്ഷണം തന്നെ പണി കഴിഞ്ഞു.
അറശകത്താനനതുയിരൈ എന്നുവെച്ചാൽ ആ ജീവാഭിമാനത്തിനെ ആ ക്ഷണം തന്നെ വേരോടെ പറിച്ചെടുത്ത് കളഞ്ഞു. അജ്ഞാനം ആ ക്ഷണത്തിൽ തന്നെ നീങ്ങി. ആ ക്ഷണത്തിൽ തന്നെ പൂർണ്ണത്വമാണ്, ആനന്ദമാണ്, ശാന്തിയാണ്, കൃപാസിദ്ധി. നമ്മളുടെ ഉള്ളിൽ ആ പൂർണ്ണത്വമുണ്ട്. നമ്മളൊക്കെ തന്നെ ആ പൂർണ്ണ വസ്തുവാണ്. ആ പൂർണ്ണത്വത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് സത്സംഗം. കൃപ കൊണ്ട് സാധിക്കുന്നതും അതാണ്. എപ്പോഴോ നമ്മളുടെ ശ്രദ്ധ അകത്ത് വീണു. ഞാൻ, എന്റെ സ്വരൂപം എന്താണ്, ഞാൻ എന്ന് പറയണത് എന്താണ് എന്ന് നോക്കി വിസ്മയിക്കുകയാണ്. എന്തിനെയൊക്കെയോ കണ്ട് വിസ്മയിച്ചു. അതിനു പകരം അവനവന്റെ തന്നെ അസ്തിത്വം, അവനവന്റെ തന്നെ ഇരുപ്പ്, അവനവന്റെ തന്നെ ഉണർവ്, അവനവന്റെ തന്നെ ബോധത്തിനെ ബുദ്ധി ശ്രദ്ധിച്ച് വിസ്മയിക്കുകയാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഞാനെന്ന് പറയണത് എന്താണ്, അഹം അഹം എന്നുള്ള ഈ അനുഭവത്തിന്റെ സ്വരൂപം എന്താണ്. ഈ അധ്യായത്തിൽ ഭഗവാൻ പറയാൻ പോണു, യാ ധാര്യത്തെ, ഈ ജഗത്ത് മുഴുവൻ ഏതൊന്ന് ധരിക്കുന്നു ആ ഉണർവ്, ഏതുള്ളത് കൊണ്ട് കണ്ണ് കാണുന്നു, ഏതുള്ളത് കൊണ്ട് ചെവി കേൾക്കണു, ഏതുള്ളത് കൊണ്ട് മൂക്ക് മണക്കുന്നു, ഏതുള്ളത് കൊണ്ട് നാവ് രുചിക്കണു, ഏതുള്ളത് കൊണ്ട് ത്വക്ക് സ്പർശിക്കണു, ശരീരമൊക്കെ വിട്ടിട്ട് സ്വപ്നത്തിലും ഏതൊന്ന് സ്വപ്നത്തിനെ കണ്ടുകൊണ്ടിരിക്കണു, സ്വപ്നമില്ലാത്ത സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോഴും ആ സുഖം മാത്രമായിട്ട് ഏതൊന്ന് ശരീരമോ മനസ്സോ ഇല്ലാതെ ഉണ്ടായിരുന്നുവോ ആ സച്ചിദാനന്ദം, അസ്തിത്വം. അതിന്റെ പ്രത്യഭിജ്ഞ എന്ന് വെച്ചാൽ റെക്കഗ്നിഷൻ, അതിന്റെ ബോധം, അതാണ് ഞാൻ, അതിന്റെ സ്വരൂപമാണ്. ആ പ്രത്യഭിജ്ഞയാണ് നമ്മളെ നിർവൃത്തരാക്കണത്. ശരീരത്തിലിരിക്കുമ്പോ തന്നെ പൂർണ്ണമാക്കണത്. ബുദ്ധൻ പറയണത് ഈ ഒരു മെസ്സേജ്, സന്ദേശം, ഇതിന്റെ ഡിൻഡിമം കൊട്ടാൻ വേണ്ടി മാത്രമാണ് ശരീരം തന്നെ നിലനിൽക്കണത് എന്നാണ്. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള സാധ്യതയാണ്. നമ്മള് ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കിം നാമ രോദിഷി സഖേ, എന്തിനാ കരയണത്, എന്തിനാ ദുഃഖിക്കണത്? അല്പം ഒന്ന് വിചാരം ചെയ്യാം. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഞാനെന്ന് പറയണത് എന്താണ്? അതാണ് സിദ്ധൌഷധം. ഭഗവാൻ ദുഃഖസാഗരേ നിമഗ്നം അർജുനം നിമിത്തീകൃത്യ, ശോകമോഹമഹോദധൗ നിമഗ്നം അർജുനം നിമിത്തീകൃത്യ ജഗദർത്ഥം ലോകായ ഉപദിദേശ. എല്ലാവർക്കും, ലോകത്തിന് മുഴുവനായിക്കൊണ്ട് ഭഗവാൻ ഉപദേശിച്ചു ഭഗവത്ഗീതയെ. ഈ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം എന്ന ഈ അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ധ്യാനയോഗം എന്നു പേര്. ആ ധ്യാനയോഗം അവസാനിക്കണത് യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേ യുക്തതമോ മതഃ. യോഗികളെയൊക്കെ പറഞ്ഞ് എന്നെ നിരന്തരം ആര് ധ്യാനിക്കണമോ, പ്രേമപൂർവം ഭജിക്കുന്നുവോ, ആ ഭക്തനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് അവസാനിച്ചു. അതിനുശേഷം ഈ അധ്യായം ആരംഭിക്കുകയാണ്.
ഈ അധ്യായത്തിൽ ഭഗവാൻ തുടങ്ങുന്ന ഫസ്റ്റ് ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച മയ്യാസക്തമനാഃ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ഈ ആദ്യത്തെ ശ്ലോകം നമ്മൾ നാളെ കാണാം. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കാര്യത്തിനെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങുന്നത്. ആസക്തി. ആസക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഫോഴ്സാണ്, അറ്റാച്ച്മെന്റ്. അത് നമുക്ക് പണത്തിനോട്, കുട്ടികളോട്, സ്ഥാനത്തിനോട്, ജോലിയോട്, റെക്കഗ്നിഷനോട്, ഇതൊക്കെ നമുക്കറിയാം. അതേ ഫോഴ്സ് എപ്പോഴാണോ ആത്മസാക്ഷാത്കാരത്തിനായിട്ട്, ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട്, ഭഗവത് ഭക്തിയിൽ തിരിയണത്, അപ്പോൾ ആ ആസക്തി ഭഗവത് അഭിമുഖിയായിട്ട് തീർന്നു. അതിനെയാണ് ഭഗവാൻ ഭക്തി എന്ന് പറയണത്. എന്നിൽ ആസക്തി വെച്ചുകൊണ്ട് ഭജിക്ക. ഈ യോഗമാണ് ഭഗവത് ആസക്തി യോഗം. അത് നമ്മൾ നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.